ഒമേഗ 3, ഒമേഗ 3 എന്ന് കേൾക്കുമ്പോൾ ചില സമയത്ത് ആദ്യമായിട്ട് കേൾക്കുന്ന ചില സംശയങ്ങൾ തോന്നിയേക്കാം. അതെന്താ ഒമേഗ 3, എന്തുകൊണ്ടായി ഒമേഗ 3 എന്നിട്ടിരിക്കുന്നത്? ഒമേഗ ബേസിക്കലി ഈസ് ഓഫ് 3 കൈൻഡ്സ് കേട്ടോ, 3 തരത്തിലുണ്ടത്. അത് ഒമേഗ 3, ഒമേഗ 6 ആൻഡ് ഒമേഗ 9. ഈ ഒമേഗ 3 എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പോഷകമാണ്. പക്ഷെ അത് നമുക്ക് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൂടെ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷെ ഒമേഗ 3 അത്യന്താപേക്ഷികമാണ്. എന്നാൽ ഒമേഗ 6 ആയിക്കോട്ടെ, ഒമേഗ 9 ആയിക്കോട്ടെ, അത് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഉൽപ്പാദിച്ചങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ, ഏത് സമയത്തും നമ്മുടെ ശരീരത്തിൽ ഒമേഗ 3 ആൻഡ് ഒമേഗ 6ന്റെ ആ ഒരു അനുപാതം, ആ ബാലൻസ് എപ്പോഴും ഏറ്റക്കുറച്ചിലായിട്ട് കാണിക്കും. എന്താ പറയുക, എപ്പോഴും ഒമേഗ 3 കുറവായിരിക്കും, എല്ലപ്പം കൂടുതൽ ഏതായിരിക്കും, ഒമേഗ 6 ആയിരിക്കും. ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഓഫ് ഒമേഗ 3 ആൻഡ് ഒമേഗ 6ന്റെ നോർമൽസിൽ അല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഓരോ പോയിന്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പറയുന്ന പ്രോഡക്റ്റ് എന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ നമുക്ക് ഒമേഗ 3നെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വരും. പക്ഷെ അതിന്റെ മുന്നേ ഈ ഒരു ഇൻഗ്രീഡിയന്റ് എത്രമാത്രം മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളതാണ്, അത് മാത്രമല്ല എത്രമാത്രം ഇതിന്റെ കുറവുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. പക്ഷെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങളില് ഒമേഗ 3യുടെ കുറവ് 95%. 95% ഓഫ് ദി ഇന്ത്യൻസ് ലാക്ക് ഒമേഗ 3. നമ്മളെ കോശങ്ങൾ അറിയാലോ, നമുക്ക് നമ്മളെ ശരീരത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതാണ് സെൽസ്. ഈ കോശങ്ങളാൽ നിർമ്മിതപ്പെട്ടതാണ് ശരീരം. പക്ഷെ കോശങ്ങളുടെ മെംബ്രെയിൻ ഉണ്ട്, അതിന്റെ ഒരു ചുറ്റ് മതിൽ പോലത്തെ സംഭവം. അത് ആരോഗ്യത്തോടെ നിൽക്കണമെങ്കിൽ അതിന് 3 പോഷക തത്വങ്ങളാണ് ആവശ്യമുള്ളത്. അതിലൊന്നാണ് വെള്ളം. കൃത്യമായിട്ട് ആവശ്യത്തിനനുസൃതമായിട്ട് വെള്ളം നമ്മൾ കുടിക്കുന്നില്ല. പിന്നെ പോഷകത്തിന്റെ കാര്യം എന്തോ പറയാനിരിക്കും. പിന്നെ ഉള്ളത് ഒമേഗ 3 ആണ്. അത് ഏകദേശം ഞാൻ പറഞ്ഞു 95% ആൾക്കാരുടെ ശരീരത്തിലും ഇല്ല. പിന്നെ പ്രോട്ടീനാണ്. പ്രോട്ടീൻ 90% ആൾക്കാരുടെ ശരീരത്തിലില്ല. അപ്പൊ വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട 3 പോഷകങ്ങൾ, പ്രോട്ടീൻ, ഒമേഗ 3 ആൻഡ് വാട്ടർ, എല്ലാം വളരെയധികം ജനങ്ങളുടെ ശരീരത്തിൽ കുറവാണ്. അങ്ങനെയാകുമ്പോൾ ഇത്രയും ശതമാനത്തിൽപ്പെട്ട ജനങ്ങളൊക്കെ രോഗബാധിതരാവാൻ, പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാനും, പലതരത്തിലുള്ള അസുഖങ്ങൾ ശരീരത്തിന്റെ ഉള്ളിൽ ഉത്ഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനും സാധ്യതയുണ്ടെന്നാണ്. അപ്പൊ ഈ 3 പോഷകങ്ങൾ കൃത്യതയോടെ നമ്മുടെ ശരീരത്തിൽ നോർമൽസിയിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ നിൽക്കാൻ പറ്റുമെന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് ഈ കിട്ടുന്ന സമയത്ത് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ എടുത്തിട്ട് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒമേഗ 3 ഈസ് എ മിറാക്കുലസ് എലിമെന്റ്. ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു എലിമെന്റ് ആണ് ഒമേഗ 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് അത്ഭുതകരമായി മാറിയത്, എന്തുകൊണ്ടാണ് ഇതിനെ അത്ഭുതകരം എന്ന് പറയുന്നത്, അതിന്റെ കാരണങ്ങൾ എന്താണ്, അതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ മനസ്സിലാവും. നമ്മളെ ജീവിതത്തിന്റെ ഏതൊരു അവസ്ഥയിലും, അതായത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി വളർന്നൊരു മധ്യവയസ്കനായി പ്രായമുള്ള ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിയൊരു വ്യക്തിയാണെങ്കിൽ ശരി, പെൺകുട്ടിയും അതേപോലത്തെ പല സ്റ്റേജുകളിലുണ്ടെങ്കിൽ, ഏതൊരു ജീവിതത്തിന്റെ അവസ്ഥയിലും നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഒമേഗ 3. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രായം കുറവാണ് അതുകൊണ്ട് വേണ്ട, പ്രായം വളരെ കൂടുതൽ അതുകൊണ്ട് വേണ്ട, അല്ലെങ്കിൽ മധ്യവയസ്കർക്ക് മാത്രം മതി, അങ്ങനൊന്നുമില്ല. ജീവൻ തുടിക്കുന്ന ഓരോ ശരീരത്തിനും, ജീവനോടുള്ള ഓരോ വ്യക്തികൾക്കും ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ഒരു പോഷകമാണ് ഈ ഒമേഗ 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്തായാലും ശരി, ആരോഗ്യത്തിന്റെ അവസ്ഥ എന്തായാലും ശരി, അതായത് നിങ്ങൾ വളരെ ആരോഗ്യവാനാണ്, യാതൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ മാരക രോഗിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ആരോഗ്യമില്ല എന്നാൽ വലിയ രോഗമില്ല, ഏതൊരു കണ്ടീഷൻ ആയി കഴിഞ്ഞാലും നമ്മൾക്ക് ഇത് അത്യന്താപേക്ഷികമാണ് ഒമേഗ 3. ഈസ് ഇറ്റ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ആൻഡ് ബെനിഫിഷ്യൽ. ഈ 2 കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 2 കാര്യം, പിന്നെ സ്ലൈഡ് കാണിക്കാതെ ഒരു 3ാമത്തെ കാര്യം, ആ കാര്യങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏകദേശം ആരോഗ്യത്തിലേക്കുള്ള യാത്ര ശരിയായിട്ട് കാൽവെപ്പ് വെച്ചു എന്നുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കൂ. ഓക്കെ, ഈ ഒമേഗ 3 എന്ന് പറയുന്നത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്, വിച്ച് ഈസ് ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ ലൈഫ്. വളരെ അത്യാവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡ് ആണ്, ജീവിതത്തിന് അത്രയും അത്യാവശ്യമാണതാണ്. അപ്പോൾ
ഓരോ പോയിന്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. എന്തുമാത്രം ആവശ്യമുള്ള പോഷകങ്ങൾ അടങ്ങിയ സംഭവങ്ങളാണ് നമ്മൾ ന്യൂട്രിചാർജ് വഴി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടോ, ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ, ശരിക്കും അതിനെപ്പറ്റി പഠിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഒമേഗ 3 നമ്മൾ ഗുഡ് ഫാറ്റ് എന്നാണ് പറയുക. പലതരത്തിലുള്ള കൊഴുപ്പുകൾ നമുക്കറിയാം. നമ്മൾ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി പറയും അല്ലെ? അത് ആരോഗ്യകരമല്ലാത്ത കൊഴുപ്പുകളെ കുറയ്ക്കാനാണ് നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെ ഒമേഗ 3 എന്ന് പറയുന്നത് ഒരു നല്ല കൊഴുപ്പാണ്. ഇത് ബാക്കി ഏതെങ്കിലും ഒരു പോഷകം കൊണ്ട് നമുക്ക് റിപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ഒമേഗ 3 കുറവ് നികത്തണമെങ്കിൽ ശരീരത്തിൽ ഒമേഗ 3 തന്നെ വേണം. ഒമേഗ 3 ഇല്ലെങ്കിൽ അതൊന്നും നടക്കില്ല. ഇനി ഇവിടുന്ന് ലേശം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ലാഘവത്തോടെ പ്രോഗ്രാം കാണരുത്. കാരണം ഇവിടുന്നാണ് ഒമേഗ 3 ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഉള്ള ഒരു കുറച്ച് സമയം ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്നതിനെ കൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവും. 2 പണി ഒരുമിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പണി ചെയ്യുക. ഓക്കെ, അല്ല ഇത് തുറന്നു വെച്ചിട്ട് വേറെ പണി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ പണി ചെയ്തുകൊണ്ട് ഇത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഏതാണ് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്നത് അത് മാത്രത്തിൽ നിൽക്കുക. ഇല്ലെങ്കിൽ യാതൊരു കാര്യം ഇതിനെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇനി പറയുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒമേഗ 3 എന്താണെന്നും അതില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. റൈറ്റ്? അപ്പോൾ ഒമേഗ 3 ഈസ് എൻ ഇന്റീഗ്രൽ പാർട്ട് ഓഫ് അവർ സെൽ മെമ്പറൈൻ. ഞാൻ നേരത്തെ പറഞ്ഞു സെൽ, അതിനൊരു മെമ്പറൈൻ ഉണ്ട്, ഒരു ചുറ്റുമതിൽ പോലത്തത്. ആ മെമ്പറൈനിന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഒമേഗ 3 എന്ന് പറയുന്നത്. കാരണം ഈ സെൽ മെമ്പറൈൻ എന്ന് പറയുന്നത് ഒമേഗ 3 ആൻഡ് ഒമേഗ 6 കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് രണ്ടിന്റെയും ബാലൻസ് ഈക്വൽ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഒമേഗ 3 അല്പമെങ്കിലും കൂടിയാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കൂടുതൽ കൂടിയാലും കുഴപ്പമില്ല. പക്ഷെ ഒമേഗ 6 കൂടാൻ പാടില്ല. പക്ഷെ ബഹുഭൂരിപക്ഷം ശരീരത്തിലും ഒമേഗ 3 കുറവും ഒമേഗ 6 കൂടുതലായിരിക്കും. നോർമൽസിയിൽ നിൽക്കുന്നേ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ചിത്രത്തിൽ കാണിക്കാൻ ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് ഓക്കെ ഇതാണ് ഒമേഗ 3, ചുവന്ന നിറത്തിൽ കാണുന്നതാണ് ഒമേഗ 6 ഈ ഗോട്ടി പോലത്തത്, ഈ നീല നിറത്തിൽ കാണുന്നതാണ് പ്രോട്ടീൻ. അപ്പൊ ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പ്രസന്റേഷൻ ചെയ്ത പോലെയാണിത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് സെൽ മെമ്പറൈൻ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സെൽ മെമ്പറൈന്റെ ആരോഗ്യം നഷ്ടപ്പെടും. സെൽ മെമ്പറിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കോശങ്ങളിലേക്ക് അനാരോഗ്യമായിട്ടുള്ള പല സംഭവങ്ങളും കയറി ചെല്ലും. അങ്ങനെ ആ കോശങ്ങളിലേക്ക് അനാരോഗ്യമായിട്ടുള്ള പല സംഭവങ്ങളും കയറി ചെല്ലുമ്പോൾ ആ കോശം വളരെ അധികം വൈറൽ ലോഡ് ഏറ്റെടുത്തിട്ട് രോഗാവസ്ഥയായി. അപ്പൊ രോഗഗ്രസ്തമാകുമ്പോൾ നാച്ചുറലി ആ കോശങ്ങൾ മറ്റേ കോശത്തിലേക്ക് പടർന്നു പോയിട്ട് എല്ലാ കോശങ്ങളും തകരാറിലാവും. അപ്പോൾ നമ്മുടെ ശരീരം മൊത്തം കേടുപാടായി മാറും. കാരണം ഓരോ ശരീരത്തിന്റെ ഭാഗത്തും സെൽസ് ആണുള്ളത്. സെല്ലിന്റെ ഒരു കൂട്ടായ്മയാണ് ടിഷ്യൂ, ടിഷ്യൂയുടെ കൂട്ടായ്മയാണ് ഓർഗൻ, ഓർഗന്റെ കൂട്ടായ്മയാണ് ഓർഗൻ സിസ്റ്റം. ഏതെടുത്തു കഴിഞ്ഞാലും അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കോശങ്ങൾ തന്നെയാണ്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇവിടെ നോക്കൂ, ചിത്രം കുറച്ചും കൂടി പിക്ചർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സെൽ മെമ്പറൈനും ഓക്കെ ഒമേഗ 3 ആൻഡ് ഒമേഗ 6 ശരിയായ ബാലൻസ് കൊണ്ടായിരിക്കാൻ ഉണ്ടാക്കിയത്. ആ ബാലൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആ സെൽ മെമ്പറിന് അനാരോഗ്യമാവും. അപ്പോൾ സെൽ നഷ്ടപ്പെട്ടു പോവുക, സെല്ലിന്റെ ആരോഗ്യം പോകും. ഈ സെല്ലിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് നമുക്ക് പ്രായാധിക്യം തോന്നിക്കുന്നത്, ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങൾക്കും കേടുപാട് വരുന്നത്, അസുഖം വരുന്നത്, പിന്നെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ എല്ലാം അനാരോഗ്യമായിട്ട് വലിയ മാരക രോഗത്തിലും വിപത്തിലേക്കും മാറുന്നത്. അതിലൊന്ന് ക്യാൻസർ ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കാരണം കോശങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ക്യാൻസർ ആയിട്ട് ബാധിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം നിറവേറ്റാൻ ഈ ഒമേഗ 3 ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ നിങ്ങൾ കണ്ടോക്കൂ, ഒമേഗ 3 മഞ്ഞ നിറത്തിലുള്ള കൂട്ടികൾ, ഈ വയലറ്റോ അല്ല നിങ്ങൾ ഇങ്ങനെ ചുവപ്പായിട്ട് കാണുന്നത് എങ്ങനെയാണോ അത് ഒമേഗ 6 ആണ്. ഈ നീല നിറത്തില് തൂണ് പോലെ ഇരിക്കുന്നതൊക്കെ പ്രോട്ടീനുകളാണ്. പിന്നെ ഇതിനെ ശരിക്കും ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത് വെള്ളവും കൂടിയാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, ഇത് കൃത്യമായിട്ട് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ട് വെള്ളം കൊടുക്കുക, ഒമേഗ 3 കൊടുക്കുക, ഒമേഗ 6 കൊടുക്കുക, അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ പിന്നെ പ്രോട്ടീൻ കൊടുക്കുക, എന്നാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവാൻ സാധ്യതയില്ല.
ഇവിടെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ആരോഗ്യമില്ലാത്തത് ഈ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അതിനെപ്പറ്റി ആർക്കും അറിയില്ല എന്നുള്ളത്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതുമാണ്. ഓക്കെ. പിന്നെ ഈ പ്രോഗ്രാമെല്ലാം നടക്കുമ്പോഴേ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം കാണും. അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവില്ല, കുറേ നേരം ഇരിക്കാൻ തോന്നും. പിന്നെ ഇപ്പൊ നമുക്കൊരു ന്യൂട്രി ചാർജിന്റെ റിഫ്രഷറും കൂടി ഉണ്ടല്ലോ, അതും കയ്യിലെടുത്ത് വെച്ചാൽ പിന്നെ പേടിക്കാനേ ഇല്ല. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അടുത്ത 2 പ്രോഗ്രാം കൂടി കാണുന്ന എനർജി നിങ്ങൾക്ക് കിട്ടും. അതിനുള്ളൊരു നല്ലൊരു ഓഫറും കൂടി ഉണ്ട്. ഇപ്പോൾ ന്യൂട്രി ചാർജ് റിഫ്രഷറിന്റെ ഓഫർ എല്ലാവർക്കും അറിയാലോ, ഈ മാസം അവസാനിക്കുമ്പോൾ തീരും. 60 ഓരോ അസോസിയേറ്റ് ബയേഴ്സും അവരെ സെൽഫ് ഐഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടീഷർട്ടും ഒരു നല്ല ക്യാപ്പും കിട്ടും. അതുപോലെ PUC കാറ്, വണ്ടർ വേൾഡ് ക്യുക്ക് കാറ്, വണ്ടർ വേൾഡ് അവരുടെ ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ഐഡിയില് ഡിപ്പോയിൽ നിന്ന് 240 ന്യൂട്രിചാർ റിഫ്രഷർ, അത് ഏതും ആവാം കേട്ടോ. 2 തരത്തില് നമുക്കറിയാം റിഫ്രഷർ, ഓറഞ്ചും ഉണ്ട്, പോമഗ്രാനൈറ്റും ഉണ്ട്. ഏതും ആവാം, ടോട്ടാലിറ്റിയിലും ഉണ്ടായാൽ മതി എന്ന് മാത്രം. 240 ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഡഫൾ ബാഗും കിട്ടും. അപ്പോൾ വളരെയധികം ഓപ്ഷനുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല ചൂടും വല്ലാത്ത അവസ്ഥയാണല്ലോ നമ്മുടെ നാട്ടിലേക്ക്. ഇവിടെ അല്പം തണുപ്പാണ്. അപ്പൊ 2 നേരം കഴിക്കുക ഒരു വ്യക്തിക്ക്. അപ്പൊ ഒരു വ്യക്തി 2 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ 60 അങ്ങനെയായി. അതുകൊണ്ടാണ് ഈ ടാർഗറ്റ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബേർഡൻ ആവാത്ത രൂപത്തിൽ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ സമ്മാനം ലഭിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വാർഗം ചെയ്തത്. ഇപ്പൊ നോക്കി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ 60 വേണം. പക്ഷെ നിങ്ങളുടെ വീട്ടില് ഇപ്പൊ 4 ആൾ കഴിക്കുന്നുണ്ടെങ്കിൽ എത്രയായി? 240 വേണം. അപ്പൊ നോക്കി, എല്ലാം കറക്റ്റ് ഫോമിലാണ് നമ്മൾ ഈ ടാർഗറ്റ് നിങ്ങൾക്ക് തന്നത്. ഒരു ബേർഡൻ ഇല്ലാതെ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തു പോയാൽ തന്നെ നിങ്ങൾക്ക് ഈ സൗഭാഗ്യം കിട്ടും. അതിലാണ് പ്രശ്നം. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. റൈറ്റ്. അപ്പോൾ നമുക്ക് ഒമേഗ 3യും 6നെ പറ്റി കൂടുതൽ ഇനി പഠിക്കാം. ഓക്കെ. ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ മെംബ്രെയിനുകൾ ഉണ്ട്? മൊത്തം മെംബ്രെയിനുകൾ തന്നെയാണല്ലോ. ആ മെംബ്രെയിനിന്റെ ആക്ച്വൽ സ്ട്രക്ചറൽ കോമ്പോണന്റ് എന്ന് പറയുന്നത് ഒമേഗ 3 തന്നെയാണ്. അപ്പൊ ഒമേഗ 3 കുറഞ്ഞു പോയാൽ നമ്മളുടെ ശരീരത്തിൽ ഇനി എന്ത് വന്നാലും, എന്ത് വരാനുമുള്ള സാധ്യത ഉണ്ട്. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും വിചാരിച്ചോളണം പ്രോട്ടീൻ ഒമേഗ 3യുടെ കുറവാണ്, വെള്ളത്തിന്റെ കുറവാണ്. അപ്പം ഈ കാര്യങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ആ കുറവുകൾ നികത്താൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മളുടെ സെൽ മെംബ്രെയിനുകളെ സോഫ്റ്റും ഫ്ലെക്സിബിളും ആക്കി വെക്കാൻ ഒമേഗ 3 വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഒമേഗ 3 ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ടു കീപ് ദ സെൽ മെംബ്രെയിൻ സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ. ഈ സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആയാലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾ കണ്ടോ ഒരു ഇലക്ട്രിസിറ്റി വയർ അല്ലെ, അത് വളരെ സോഫ്റ്റും ആയിരിക്കും, വളരെ ഫ്ലെക്സിബിളും ആയിരിക്കും. എങ്ങനെ വേണേൽ നമുക്ക് ചുരുട്ടാം, മടക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചാൽ പൊട്ടുവോ? ഇല്ലല്ലോ. അതുപോലെ ആയിരിക്കണം നമ്മുടെ സെൽ മെംബ്രെയിൻ. അതിന് വേണമെങ്കിൽ ഒമേഗ 3 തന്നെ വേണം. അപ്പൊ ഒമേഗ 3 നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സെൽ മെംബ്രെയിൻ വളരെ സോഫ്റ്റും ഫ്ലെക്സിബിളും വളരെ ആരോഗ്യമുള്ളതുമായിരിക്കും. ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ശരീരം ഉത്പാദിപ്പിക്കുന്നത് കുറവാണ്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിൽ കൂടെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാവുമ്പോൾ സെൽ മെംബ്രെയിൻ എന്തായാലും വേണം, നമുക്ക് സെല്ലും വേണ്ടേ. അല്ലാതെ ഞാൻ കഴിക്കുന്ന വെജിറ്റേറിയൻ ആണ്, അതിൽ വർഷം കുറവാണ് സാർ, അല്ല ഒമേഗ 3 കുറവാണ് സാർ, ശരീരം ഒമേഗ 3 ഉത്പാദിപ്പിക്കാത്തതാണ് സാർ, അതുകൊണ്ടാണ് ഞാൻ രോഗി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾക്ക് ഒമേഗ 3 കിട്ടിയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ സോഴ്സ് വഴി അത് എടുക്കാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പൊ ഒമേഗ 3 ടേക്കൻ ഫ്രോം എൻ എക്സ്റ്റേണൽ സോഴ്സ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സെൽ മെംബ്രെയിൻ ഓഫ് അവർ ബോഡി. കാരണം നമ്മുടെ ശരീരത്തിൽ ഒമേഗ 3 ശരിയായിട്ട് ഉത്പാദിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ കുറവ് നികത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഒമേഗ 3 സപ്ലിമെന്റേഷൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആ സെൽ മെംബ്രെയിനെ ആരോഗ്യത്തോടെ വെക്കണം, ആ കോശങ്ങളെ ആരോഗ്യത്തോടെ വെക്കണം. ഓക്കെ. റൈറ്റ്. അപ്പോ ഇതിനി ശ്രദ്ധിക്കുക കുറച്ച്. ഓക്കെ. നമ്മളെ ഒമേഗ 3 നല്ലവണ്ണം സെൽ മെംബ്രെയിനിൽ ഉണ്ടെങ്കിൽ, അതായത് ഒമേഗ 6നേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ഒമേഗ 6ഉമായിട്ട് അനുപാതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, നോർമൽസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സെൽ മെംബ്രെയിൻ, നേരത്തെ ഞാൻ എന്താ പറഞ്ഞത്, അത് സോഫ്റ്റും ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലെ. അപ്പോൾ നമ്മുടെ സെൽ മെംബ്രെയിൻ സോഫ്റ്റും ഫ്ലെക്സിബിൾ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ സെൽ മെംബ്രെയിനിൽ ശരിയായ അളവിൽ ഒമേഗ 3 ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ ശരിയായ അളവിൽ ഒമേഗ 3 ഉണ്ടെങ്കിൽ ഈ പറയുന്ന കോശങ്ങൾ ഒരു പാർട്ടിക്കിളിനെ റിലീസ് ചെയ്യും. ഓക്കെ. ഒരു പാർട്ടിക്കിളിനെ റിലീസ് ചെയ്തിട്ട് ആ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്? ആ റിലീസ് ചെയ്ത പാർട്ടിക്കിൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് മറ്റ് കോശങ്ങളുമായിട്ട് ചെയ്യുക.
കോശങ്ങൾ ഇങ്ങനെ അടുത്തടുത്തടുത്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഈ ഇൻഫോർമേഷൻ ഓരോ കോശങ്ങൾക്കും കൊടുക്കും. എന്താ കൊടുക്കുന്നത്? ഒമേഗ 3യുടെ അളവ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് നീർക്കെട്ടുകൾ ഉണ്ടാക്കേണ്ട സുഹൃത്തേ എന്നാണ് പറയുന്നത്. അപ്പൊ ഒമേഗ 3 കറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പാർട്ടിക്കലിനെ റിലീസ് ചെയ്യും. ആ പാർട്ടിക്കൽ റിലീസ് ചെയ്ത പാർട്ടിക്കൽ ഓരോ കോശങ്ങൾക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്തുവാണ്? ശരിയായിട്ട് ഒമേഗ 3യുടെ അളവ് നമ്മളുടെ ഈ ഓരോ കോശങ്ങളുണ്ട്, അതുകൊണ്ട് നീർക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാനുള്ള സാധ്യത തീരെ വേണ്ട. മനസ്സിലായോ? നമുക്ക് ഏതൊരു അസുഖത്തിന്റെയും തുടക്കം, അല്ലെങ്കിൽ അസുഖത്തിന് ഏറ്റവും വലിയ കാരണക്കാരനാകുന്നത് നീർക്കെട്ടുകളാണ്, ആന്തരിക നീർക്കെട്ട്. ആ ആന്തരിക നീർക്കെട്ട് ഉണ്ടാവാനുള്ള കാരണം ശരീരത്തിലെ ഒമേഗ 3യുടെ കുറവാണ്. അപ്പൊ ഒമേഗ 3 കഴിച്ചുകൊണ്ടിരിക്കുക, ആന്തരിക നീർക്കെട്ടിനെ കുറയ്ക്കുക, അങ്ങനെ രോഗങ്ങളെ കുറയ്ക്കുക, ചെറുക്കുക. ക്ലിയർ? ഇതിങ്ങനെ ലിങ്ക്ഡ് ആണ് ഈ സംഭവം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒമേഗ 3 കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞേ. എത്രമാത്രം ദ്രോഹമാണ് അവർ ചെയ്യുന്നത് അവരോട് തന്നെ. റൈറ്റ്? ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഇനി ഇതിപ്പോ ഒമേഗ 3 കറക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇനി ഏതെങ്കിലും ഒരു കോശത്തിൽ, ഏതെങ്കിലും ശരീരത്തിൽ ഒമേഗ 3 കുറവും ആ സെൽ മെംബ്രെയിൻ കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒമേഗ 6 കൊണ്ടാണെങ്കിൽ ഏകദേശം ചിത്രം ഇങ്ങനെയായിരിക്കും. കാരണം ചുവപ്പ് നിറ കൂടുതലുള്ളത്, മഞ്ഞ നിറം വളരെ കുറവാണ്. അപ്പൊ ഒമേഗ 3 കുറവും ഒമേഗ 6 വളരെ കൂടുതലുമാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെംബ്രെയിൻ എങ്ങനെയായിരുന്നു ഉണ്ടാവുക? സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ. കാരണം ഒമേഗ 3 കൂടുതലായതുകൊണ്ട്. ഇവിടെ ഇപ്പൊ ഒമേഗ 6 ആണ് കൂടുതൽ, ഒമേഗ 3 കുറഞ്ഞു പോയി. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ എങ്ങനെ ഉണ്ടാവും? ലെസ് ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ്. വളരെ ഹാർഡും ആയിരിക്കും, തീരെ ഇലാസ്റ്റിസിറ്റി ഇല്ലാത്തതുപോലെ ആയിരിക്കും. അങ്ങനെ റിജിഡ് ആൻഡ് ഹാർഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ക്രാക്ക് വരാൻ തുടങ്ങും. അപ്പൊ ഈ സെൽ മെംബ്രെയിനിലൊക്കെ ക്രാക്ക് വരും. അപ്പൊ സെൽ മെംബ്രെയിനിൽ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ ഒരു എന്താ പറയാ, ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ ജോലി ചെയ്യേണ്ട ആ ക്ഷമത ഇല്ലാതെയായിരിക്കും, അതിന്റെ പൊട്ടൻസി നഷ്ടപ്പെട്ടു. അപ്പോഴെന്ത് സംഭവിക്കും? ഈ കോശങ്ങളിൽ നല്ലതിന്റെ കൂടെ തന്നെ വളരെ മോശമായിട്ടുള്ള സാധനങ്ങൾ കയറി ചെന്ന് ആ കോശങ്ങളെ കംപ്ലീറ്റ്ലി നശിപ്പിച്ചു കളയും. അങ്ങനെയാണ് പലതരത്തിലുള്ള അസുഖത്തിന്റെ തുടക്കം സംഭവിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നേരത്തെ എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ വിപരീതമാണ് ഇവിടെ. മേജർ പാർട്ട് നമ്മളുടെ സെൽ മെംബ്രെയിനിന്റെ ഒമേഗ 6 കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. അതായത് ഒമേഗ 3 കുറവും ഒമേഗ 6 കൂടുതലുമാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വീണ്ടും ഒരു പാർട്ടിക്കിളിനെ റിലീസ് ചെയ്യും. അത് കമ്മ്യൂണിക്കേറ്റ് എന്താ ചെയ്യുക? ഒമേഗ 3യുടെ അളവ് വളരെ കുറവാണ്, അതുകൊണ്ട് നീർക്കെട്ട് എത്ര വേണേ ഉണ്ടാക്കി കഴിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പണ്ട് ഒരു എക്സാമ്പിൾ പറയാറുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, പഴയ ആൾക്കാർക്ക് അറിയായിരിക്കും. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ് ടീച്ചർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടെങ്കിൽ വളരെ ശാന്ത സ്വഭാവികളായിട്ട് കമാന്നൊരക്ഷരം ഇണ്ടാതെ നമ്മൾ ചെയ്യും. എങ്ങാനെങ്കിലും ഈ ടീച്ചർ ക്ലാസിന്റെ വെളിയിൽ ഒരു സ്റ്റെപ്പ് എടുത്താൽ നമ്മൾ ആരാ എന്ന് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും. മൊത്തം സ്കൂളിനെ നമ്മൾ തലയിൽ അങ്ങെടുക്കും. ഇതെല്ലാം നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇത്. അതുപോലെ ക്ലാസ്സിൽ ടീച്ചർ ഉണ്ട്, അതിന്റെ അർത്ഥം ശരീരത്തിൽ ഒമേഗ 3 ഉണ്ട്, അതുകൊണ്ട് അടങ്ങി നിന്നോ, ഒന്നും ചെയ്യണ്ട, പണി ചെയ്യേണ്ട, പണി പാളും. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒമേഗ 6 കൂടുതൽ, ഒമേഗ 3 കുറവാ. അപ്പൊ ക്ലാസ് ടീച്ചറും ഇല്ല, ടീച്ചറും ഇല്ല, ആരും ഇല്ല. അപ്പൊ പിന്നെ ഇത് നമ്മളെ സ്വന്തം രാജ്യം തന്നെ തകർത്തടിയേക്കാം. അപ്പൊ ആ മെസ്സേജ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഇന്റേണൽ ഇൻഫ്ലമേഷൻ കൂടും, ആന്തരിക നീർക്കെട്ട് കൂടും. ആന്തരിക നീർക്കെട്ട് കൂടിയാൽ മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. അതാണ് വലിയ അക്ഷരത്തിൽ ഞാൻ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ആ അക്ഷരങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നത് അഭികാമ്യമായിരിക്കും. എഴുതി വെച്ചോളൂ. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇന്റേണൽ ഇൻഫ്ലമേഷൻ, അതായത് ആന്തരിക നീർക്കെട്ട്, ഈസ് ദ മെയിൻ കോസ്, ആണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കാരണം ആന്തരിക നീർക്കെട്ട. എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഓഫ് ആൾമോസ്റ്റ് എവറി ഡിസീസ് ഇൻ ദ ബോഡി. നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ രോഗങ്ങൾക്കുമുള്ള കാരണം ആന്തരിക നീർക്കെട്ടാണ് എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ഇപ്പം പഠിച്ചത്? ആന്തരിക നീർക്കെട്ട് കുറയ്ക്കണമെങ്കിൽ ഒമേഗ 3 കൂട്ടണം. ഒമേഗ 3 കൂട്ടിയാൽ ആന്തരിക നീർക്കെട്ട് ഉണ്ടാവില്ല. ആന്തരിക നീർക്കെട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖം വരാനുള്ള സാധ്യതയും കുറഞ്ഞു, നിങ്ങൾ രോഗമുക്തനായി. അതുകൊണ്ടാണ് ന്യൂട്രിചാർജ് പ്രോഡൈറ്റ്, ന്യൂട്രിചാർജ് വെജ് ഒമേഗ, ന്യൂട്രിചാർജ് മാൻ, PVMFY ഇത് കൃത്യമായി കഴിക്കുന്ന ആൾക്ക് പ്രായം തോന്നിക്കാത്തത്. ഹലോ, റൈറ്റ്? ഇന്ന്
ഇവിടെ ജന്മദിനം ആഘോഷിക്കുന്ന നാരായണേട്ടൻ 20ാമത്തെ ജന്മദിനം നിങ്ങൾക്ക് ആ പറഞ്ഞ വിശ്വസിക്കുമോ നിങ്ങൾ? അദ്ദേഹത്തിന്റെ 20ാമത്തെ ജന്മദിനം. കാരണം അത്രയും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചെറുപ്പക്കാരാണ് അദ്ദേഹം. അതിന്റെ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത് നമ്മൾ 15 വർഷങ്ങളായിട്ട് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത കാലം മുതൽ ഈ പ്രൊഡക്റ്റിനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയിട്ട് ജനങ്ങൾക്ക് കൊടുക്കുകയും സ്വമേധയാ കഴിക്കുകയും ചെയ്തിട്ട് വലിയൊരു എക്സാമ്പിളായി മാറി വ്യക്തി. അങ്ങനെ എത്ര ആൾക്കാർ നമ്മളുടെ കൂടെ ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് പോലും പല ആൾക്കാർക്കും മാറാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഐ വാണ്ട് ടു ഹൈലൈറ്റ് ഹിയർ. ഓക്കെ, ഇവിടെ നോക്കിയോ, ദ കീ ബെനിഫിറ്റ് ഓഫ് omega-3 വലതുഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ കർസർ കൊണ്ട് ഇങ്ങനെ കറക്കി കാണിച്ചു തരാം. കണ്ടോ ഈ സാധനം. ദ കീ ബെനിഫിറ്റ് ഓഫ് omega-3 is that it decreases inflammation in the body. നോക്കി, നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് omega-3യുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? omega-3 കഴിച്ചാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ആന്തരിക നീർക്കെട്ട് കുറയ്ക്കുമെന്ന്. അതിന്റെ അർത്ഥം എന്താ? ആന്തരിക നീർക്കെട്ടുണ്ടെങ്കിലല്ലേ എല്ലാ അസുഖവും വരുന്നത്. അപ്പൊ നമുക്ക് അസുഖം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുമെന്നല്ലേ പറയുന്നത്. സോ omega-3 കഴിച്ചുകൊണ്ടേ ഇരിക്കുക, ആന്തരിക നീർക്കെട്ട് കുറച്ചുകൊണ്ടേ ഇരിക്കുക, അങ്ങനെ രോഗങ്ങൾ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുക. രോഗമുക്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. മരുന്നില്ലാത്ത ലോകത്തിലേക്ക് പോകാൻ പറ്റും. വെറുതെയാണോ നമ്മൾ പറയുന്നത് മരുന്നില്ലാതെ ജീവിക്കാമെന്ന്? ആദ്യമായിട്ട് കേൾക്കുന്ന ആള് ബോധം കെട്ടുപോകുന്നുണ്ടാവില്ലേ? മരുന്നില്ലാതെ ജീവിക്കുക. പക്ഷെ മരുന്നില്ലാതെയും ജീവിക്കാൻ പറ്റും. റൈറ്റ്? അതേപോലെ തന്നെയാണ് ഈ omega-3 എന്ന് പറഞ്ഞ് മഞ്ഞ നിറം കൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോലി ഇതുണ്ടല്ലോ, പ്യൂഫ എന്നൊക്കെ പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അത് പോസിറ്റീവ് എഫക്റ്റ് ആണ് ഫോർ റിഡ്യൂസിങ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദി ബോഡി. അപ്പൊ ആന്തരിക നീർക്കെട്ട് കുറയ്ക്കാൻ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമ്മളെ ശരീരത്തിൽ മെറ്റാബോളിക് സിൻഡ്രോം ഉണ്ടാകുന്നത്, അതായത് കുടവയറ്, ഒബേസിറ്റി, അമിതമായിട്ടുള്ള കൊഴുപ്പടിഞ്ഞിട്ട് ശരീരത്തിന്റെ ഘടന മാറിപ്പോകുന്നത്, ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം കോശങ്ങൾക്ക് വന്ന പ്രശ്നങ്ങളാണ്. ഇതെല്ലാം ഇല്ലാതെയാക്കാൻ ഈ ഒരൊറ്റ omega-3 സാധിക്കും. ഞാൻ പലയാളോട് ചോദിക്കാറുണ്ട് എത്രയാ കഴിക്കാറുണ്ട്. 1 ന്യൂട്രിചാർജ് വെജ് omega-3 1 കഴിച്ചാൽ അത് ഏകദേശം 2 കൊല്ലായി കഴിഞ്ഞാൽ അത് വയറ്റിലെത്തും. കാരണം 1 വായി തന്നെ തീർന്നു പോകും. പിന്നെ അത് ഇറങ്ങി 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 വയറിലെത്തണമെങ്കിൽ മിക്കവാറും തങ്ങൾ അത്രയധികം കഴിച്ചാൽ അവിടെ എത്തണം വരും. അപ്പോൾ അതിനെ കൊണ്ട് വയറ്റി ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം മിനിമം ഡോസ് എന്ന് പറയുന്നത്, ഓക്കെ, സ്ത്രീകൾക്ക് വേണ്ടത് 1000 മില്ലിഗ്രാമും പുരുഷന് വേണ്ടത് 1500 മില്ലിഗ്രാമും. അത്രയൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 3ഉം 4ഉം വെച്ച് നിങ്ങൾ കഴിക്കണം. നല്ല കൊഴുപ്പുള്ള ശരീരമാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഹൃദ്രോഗികളാണ്, ഹൃദയത്തിന് പ്രശ്നമുണ്ട്, പല മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അപ്പോൾ അധികം കഴിക്കണം. ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ പിടിപെട്ടു പോയിട്ടുണ്ട്, അപ്പോൾ മാക്സിമം കഴിക്കണം. അതുകൊണ്ട് നിങ്ങൾ കണ്ടു കാണും താരോത്സവത്തിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഞാൻ എഴുതുമ്പോൾ ജനങ്ങൾ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ഞാൻ എഴുതുന്ന അളവുകൾ വ്യത്യസ്തമായിരിക്കും. ചില ആൾക്ക് ന്യൂട്രിചാർജ് വെജ് omega ഞാൻ 3 എഴുതിയിട്ടുണ്ടാവും, ചില ആൾക്ക് ഞാൻ 4 എഴുതിയിട്ടുണ്ടാവും, ചില ആൾക്ക് 5 എഴുതിയിട്ടുണ്ടാവും, ചില ആൾക്ക് 6 എഴുതിയിട്ടുണ്ടാവും. പക്ഷേ 3ന്റെ താഴെ എഴുതുന്നുണ്ടെങ്കിൽ അതൊരു 18 വയസ്സ് വരെയുള്ള കുട്ടികൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ എഴുതത്തുള്ളൂ. ഇല്ലാത്തവർക്ക് എല്ലാം 3ന്റെ മുകളിൽ എഴുതത്തുള്ളൂ. കാരണം അങ്ങനെ കഴിച്ചാലേ അതിനെ കൊണ്ട് റിസൾട്ട് ഉണ്ട്, വലിയ കാര്യമുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ശരിയായ അളവിൽ പോഷകങ്ങൾ ശരിയായ സമയത്ത് മുടങ്ങാതെ കഴിച്ചാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവൂ. ഇല്ലെങ്കിൽ 3 ദിവസം കഴിച്ചു, 4 ദിവസം മറന്നുപോയി, 5 ദിവസം കഴിച്ചു, പിന്നെ അതിനെ വഴി വിട്ടു, പിന്നെ 3 മാസം കഴിച്ചു, ഞാനത് നിർത്തി, ഇതിനൊന്നും ഒരു ഉപകാരവും ചെയ്യില്ല കേട്ടോ. ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടോ സാർ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഇനി അടുത്ത 10 വർഷം ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല? ആരും അറിയോ? രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ വീണ്ടും കഴിക്കും, 1 മണിയാകുമ്പോൾ വീണ്ടും കഴിക്കും, 4 മണിയാകുമ്പോൾ വീണ്ടും കഴിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പോ ഭക്ഷണം കഴിക്കുന്ന പോഷകങ്ങൾ ലഭിക്കാനാണെങ്കിൽ ഇതും ഒരു പോഷകം എന്ന് പറയുന്നത് ഭക്ഷണമാണ്, മരുന്നല്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കി കഴിക്കുക. റൈറ്റ്? ഓക്കെ, അടുത്തേക്ക് പോവാം. അതേപോലെ തന്നെ ഞരമ്പുകൾ, പല ആൾക്കാർ പറയാണ്ട് സാർ കൈയുടെ ഞരമ്പ് ഇങ്ങനെ തരിക്കുന്ന പോലെയാണ്, കൈയുടെ ഈ വിരലുകളുടെ തുമ്പത്തൊക്കെ വല്ലാതെ വേദനയാവുന്നു, കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ ചുട്ട് പഴുക്കുന്നത് പോലെ തോന്നുന്നു. അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾക്കും പ്രശ്നമുണ്ട്. കാരണം ഈ ഞരമ്പ് നാണല്ലോ നമ്മളെ ഈ വീട്ടിലത്തെ വയറ് പോലെയാണല്ലോ. വീട്ടിൽ വെളിച്ചം വരുന്നുണ്ട്, ഫാന് വരുന്നുണ്ട്, AC വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ആ വയറ് കൂടി ഓടുന്ന കറണ്ട് കൊണ്ടാണ്. അതുപോലെ നമ്മളുടെ ഞരമ്പിന്റെ ഉള്ളിൽ കൂടി ഓടുന്ന പല കെമിക്കൽസും ആണ്
നമ്മളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഫങ്ഷനാലിറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ ആ ഞരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കണ്ടക്ഷൻ ഒന്നും നടക്കത്തില്ലല്ലോ. എവിടെയെങ്കിലും ഒരു വയർ ഷോർട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വെളിച്ചം ഉണ്ടാവുക മുറിയിൽ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ്. അപ്പോ ഞരമ്പുകളുടെ മെംബ്രെയിനുകൾ പോലും omega-3 കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി. അതുകൊണ്ട് omega-3 കൃത്യമായിട്ട് കഴിക്കുമ്പോൾ പ്രായഭേദം എന്നെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉള്ള കോമ്പോണൻസ്, ഇപ്പൊ ഫോർ ബ്രെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞരമ്പുകളായിക്കോട്ടെ, അതിനെ അത് ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ബ്രെയിൻ ഡീജനറേഷൻ, ന്യൂറൽ ഡീജനറേഷൻ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ഇഫ് യു കണ്ടിന്യൂസ്ലി ടേക്ക് omega-3 എഡിക്വേറ്റ്ലി, അങ്ങനെയാവുമ്പോൾ പ്രായം കൂടുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ന്യൂറൽ മെംബ്രെയിൻ സിന്തസിസ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞരമ്പുകളുടെ മെംബ്രെയിനുകളുടെ ഉൽപാദനം നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒരു കാലഘട്ടത്തിലും നമുക്ക് നാഡീ സംബന്ധമായിട്ടൊരു പ്രശ്നം വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്ര പ്രായം സർട്ടിഫിക്കറ്റിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ ഇത് കാണാനുണ്ടാവില്ല. നമ്മൾ ചെറുപ്പക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണാടി ചെന്ന് നോക്കുക. നിങ്ങളുടെ പ്രായത്തിന് അനുസൃതമായിട്ടല്ല നിങ്ങളുടെ മുഖത്തെ ചർമ്മമെങ്കിൽ നിങ്ങൾക്ക് മാരകമായിട്ടുള്ള കോശങ്ങൾക്കുള്ള തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ omega-3 പ്രോട്ടീനും നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് വിചാരിക്കണം, ഈവൻ വെള്ളം പോലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത് മറ്റേ ഇത് കഴിച്ചാൽ ഇതാവും, മറ്റേ കഴിച്ചാൽ ഇങ്ങനെ, എന്തൊക്കെയോ കേട്ട് എന്തൊക്കെയോ പറയുന്നത്. നമ്മളല്ലേ പഠിക്കുന്നത്. നമ്മൾ ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരൊറ്റ വാക്കുകൊണ്ട് കൺഫ്യൂഷൻ ചെയ്ത് തരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഒരു സാഹിബ് പറഞ്ഞ വാക്ക് വളരെ ശരിയാണ്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കൺവിൻസ് എ പേഴ്സൺ, കൺഫ്യൂസ് ഹിം. അത്രയേ ഉള്ളൂ. നമുക്കൊരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തി കംപ്ലീറ്റ് കൺഫ്യൂസ് ചെയ്തു ഞാൻ നമ്മൾ വിജയിച്ചു. അത്രയേ ഉള്ളൂ. അതിനെ കൊണ്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പം മറ്റുള്ള ആൾക്കാർ അതാ ചെയ്യുന്നത്. അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവർ കൺഫ്യൂസ് ചെയ്യുന്ന ചെയ്തേക്കും. പ്രോട്ടീൻ കഴിച്ചാൽ ഈ പ്രശ്നം വരും, ഇത് അധികകാലം പോഷകങ്ങൾ കഴിച്ചാൽ ഇങ്ങനത്തെ പ്രശ്നം വരും. കാരണം അവർക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല, ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുന്ന പറയാൻ അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? കൺഫ്യൂസ് ആക്കി തരും. അപ്പൊ നമ്മൾ അങ്ങല്ലെങ്കിലും അതാവും. അപ്പൊ നമ്മൾ അങ്ങല്ലെങ്കിലും അതാണ് കാരണം. എന്താ? നമ്മൾ പഠിച്ചിട്ടില്ല. അതാണ് വെരി സിമ്പിൾ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ കണ്ടു കാണും, എന്നെ കാണാൻ വരുന്ന ഇന്നേ തീയതി വരെ, എനിക്ക് തോന്നുന്നു എന്നെ ഇന്നേ തീയതി വരെ കാണാൻ വന്ന ആൾക്കാർക്ക് ഞാൻ omega-3 പറയാത്ത അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കൊടുക്കാത്ത ഒരു വ്യക്തിയും ജീവനോട് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഞരമ്പുകളുടെ ഒരു ഘടനയാണ്. ഓക്കെ, ഈ ഞരമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിൽ മൊത്തം ഇങ്ങനെ വയറിംഗ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സെൽസ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂറോൺ എന്നാ പറയുക. ഓക്കെ, അപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ എന്താണ് പറയാ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കാണിക്കുന്നുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഒരു ഉണ്ട പോലെയും പിന്നെ ഇങ്ങനെ ഒരു കമ്പി പോലെയും പോകുന്നത്, ഇത് ന്യൂറോണാണ്. ഇതൊരു ന്യൂറോണാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് ന്യൂറോണുകൾ ചേർന്നിട്ടാണ് നമ്മൾ ശരീരം. അതിന്റെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് ന്യൂറോൺ, ഒരൊറ്റ ന്യൂറോൺ ആയത്. ഇങ്ങനത്തെ ആയിരക്കണക്കിന് ന്യൂറോണുകൾ ചേർന്നിട്ടാണ് നെർവസ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്, നാഡീ വ്യൂഹം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് ഞാൻ വരാം. അപ്പോ ഇതാണ് ആ ചിത്രം. ഇങ്ങനെയാണ് നേരത്തെ ഞാൻ കാണിച്ച ഒന്നാണ്. അത് ഇങ്ങനത്തെ ആയിരക്കണക്കിന് ഇങ്ങനെ ലിങ്ക് എഴുതിയിട്ട്, അപ്പൊ എവിടെയെങ്കിലും നിങ്ങളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? ഇതെന്താ ഈ സംഭവം ആന്റിന പോലത്തത്. ഇവിടുന്നാണ് ഇമ്പൾസ് ഇങ്ങോട്ട് കയറുക. ഇങ്ങോട്ട് കയറിയിട്ട് ഈ ആക്സൺ വഴി നേരെ ഇതിന്റെ ഉള്ളിൽ കൂടി വന്ന് അടുത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇതേപോലത്തെ സാധനം ഇവിടെ ഉണ്ടാവും, അതിലേക്ക് പോകും. പിന്നെ അത് കഴിയുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ലിങ്ക് നമ്മുടെ സ്പൈനൽ കോഡിലേക്കും അതുപോലെ ബ്രെയിനിലേക്കും പോകും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഇവിടെ വന്ന് പ്രോഗ്രാം നടത്തുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നെ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവിടെ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഞാനാണ്. ഓക്കെ, അപ്പൊ ആ ഇമ്പൾസ് വന്നു, അത് ബ്രെയിനിലേക്ക് പോയി. കാരണം അത് കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ലാത്തത് കൊണ്ട് അത് വേഗമാവും. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ട് ഒരു ചൂട് പാത്രത്തിൽ കൈവച്ചാൽ എന്താ സിറ്റുവേഷൻ ഉണ്ടാവുക? അവിടെ പോകുന്നതിന്റെ മുമ്പേ തന്നെ കൈ നമ്മൾ വലിക്കും. കാരണം അത് സ്പൈനൽ കോഡിനാണ് റിഫ്ലക്സ് വരിക. അത് ബ്രെയിന് വരെ പോകാൻ സമയമില്ല, കാരണം അവിടെ ഇത്തിരി നേരം വെച്ചിട്ടുണ്ട് കൈ കരിഞ്ഞു. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഈ ന്യൂറൽ സിസ്റ്റമാണ്. അതിന്റെ ഒരു ന്യൂറോണിന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ന്യൂറോണിന് അത്യാവശ്യമായിട്ട് വേണ്ടതും എന്തോന്ന് നോക്കിയേ. omega-3 is also necessary for synthesis of new nerve cells and repair old cell. പുതിയ ഞരമ്പുകളെ അല്ലെ നെർവ് സെൽസുകളെ ഉൽപ്പാദിപ്പിക്കാനും പഴയതിനെ റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനും omega-3 വേണം. അപ്പൊ omega-3 ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പഴയതുപോലെ തന്നെ ആവുകയും ചെയ്യും, അത് പോവുകയും ചെയ്യും, പുതിയത് വരത്തുമില്ല. അപ്പൊ 30 വയസ്സുള്ള ആൾ 60 വയസ്സും ആവും. പെട്ടെന്ന് എല്ലാം ഷോർട്ട് സർക്യൂട്ട് അടിച്ചിട്ട് ഫ്യൂസ് അടിച്ചു പോകുന്ന പോലെ അങ്ങനെ അടിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, നമ്മളൊക്കെ ചുരുക്കത്തിലൊന്ന് ഞാൻ പറഞ്ഞോട്ടെ,
നമ്മളൊക്കെ എവിടെയോ എന്തോ ഒരു ഭാഗ്യം ചെയ്ത ആൾക്കാരായതുകൊണ്ടല്ലേ അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കാൻ പറ്റുന്നതും ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വന്ന് പെട്ടത്. എന്നിട്ടത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഏതോ ജന്മത്തിൽ ചെയ്ത് ശാപമോ പാപമോ എന്തോ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. അല്ലാതെ എന്തോ പറയാനാ. ഓക്കെ, സോ omega-3 supplementation has a beneficial effect on adult neurogenesis. ന്യൂറോൺസിന്റെ ഉൽപാദനത്തിന്, പ്രത്യേകിച്ച് പ്രായം കൂടുമ്പോൾ ഞരമ്പുകൾ ശോഷിക്കപ്പെടുമ്പോൾ അതിനെ ശോഷിക്കാതെ അതിനെ വീണ്ടും ന്യൂ ജനസിസ് ആക്കി കൊണ്ടുവന്നിട്ട് അതിനെ വീണ്ടും ഉൽപ്പാദിച്ചു കൊണ്ടുവന്നിട്ട് നാഡീവ്യൂഹത്തിന് ആരോഗ്യത്തോടെ നിലനിർത്താൻ omega-3 വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്, ഈ പറഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോൺ. ഓക്കെ, ഇങ്ങനത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ന്യൂറോൺസുകൾ ചേർന്നിട്ടാണ് നാഡീവ്യൂഹം നമ്മുടെ ശരീരത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയ രണ്ട് ചിത്രം കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഒന്ന് ആരോഗ്യമുള്ള നെർവ് സെല്ലും രണ്ടാമത്തത് ഡാമേജ് ആയിട്ടുള്ള നെർവ് സെല്ലും. എന്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലായത് ഡാമേജ് ആയത് ഹെൽത്തിയാണ്? കാരണം ഒന്നിന്റെ അകത്ത് ഉള്ള ആ ഇൻസുലേഷൻ പോലത്തെ ഒരു സംഭവം അത് കംപ്ലീറ്റ്ലി കവേർഡ് ആണ്, മറ്റുള്ളത് ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തത് ബ്രേക്ക് ആവുന്നത് കാരണം omega-3 കുറവാണ്. അപ്പൊ ഇതിങ്ങനെ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻസുലേഷൻ പോയ വയറുപൊലിയാവും. ഇൻസുലേഷൻ പോയ വയറുപൊലിയായി കഴിഞ്ഞാൽ നാച്ചുറലി എന്ത് സംഭവിക്കും? ഞരമ്പുകൾ, നിങ്ങൾ പല ആൾക്കാരും വന്ന് എന്നോട് പറയുന്ന പ്രശ്നങ്ങളിലേക്ക് പോകും. ഞരമ്പ് ഇവിടുന്ന് വേരെടുക്കുന്നു, അവിടെ നിന്ന് കാൽ ധരിക്കുന്നു, പിന്നെ കൈ പണ്ടത്തെ പോലെ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല, താഴ്ത്താൻ പറ്റുന്നില്ല, പിന്നെ ചില സമയത്ത് ഓർമ്മ നിൽക്കുന്നില്ല, തലവേദന എടുക്കുന്നു. അങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ ഞരമ്പ് കൊണ്ട് ഉണ്ടാകാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോ ഈ സെൽ മെംബ്രെയിനുകൾ, നെർവ് സെൽസിന്റെ സെൽ മെംബ്രെയിന് പോലും omega-3 കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് omega-3 കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും. ഇങ്ങനത്തെ ഡാമേജ് ഉണ്ടാവില്ല, കാരണം ഇത് റിപ്പയർ ചെയ്യുകയും ചെയ്യും, പുതിയ നെർവ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഏത് സമയത്ത് നോക്കിയാലും ഇങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽത്തി നെർവ് സെൽ ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. ഹലോ, ക്ലിയർ? ഓക്കെ, അതുകൊണ്ട് ഈ സെൽ മെംബ്രെയിനെ നമ്മൾ പറയുന്നത് ഗേറ്റ് കീപ്പർ ഓഫ് ദ സെൽ ആണ്. ഗേറ്റ് കീപ്പർ എന്താ ചെയ്യുന്നത്? അതേ തൊഴിലാണ് ഈ സെൽ മെംബ്രെയിൻ ചെയ്യുക. കാരണം ഗേറ്റ് കീപ്പർ ആ ഗേറ്റിനെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതുവഴി ആരെങ്കിലും പോകുന്ന അകത്തോട്ടേക്ക് കിടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് ബോധ്യം വരുത്തിയതിനു ശേഷം, അതായത് ഈ വ്യക്തി അകത്തോട്ട് പോകേണ്ട ആളാണ്, അകത്ത് പോയാൽ യാതൊരു തരത്തിലുള്ള ദോഷവും ചെയ്യില്ല, ദ്രോഹം ചെയ്യില്ല, കാരണം അകത്തിരിക്കുന്ന ആളുടെ സുഹൃത്താണ് ഈ വ്യക്തി എന്ന് പറയുന്ന ആളെ മാത്രമേ അകത്ത് കയറ്റി വിടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് സെൽ മെംബ്രെയിനും ചെയ്യുക. അനാരോഗ്യപരമായിട്ടുള്ള ഡാമേജ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാമഗ്രികൾ അകത്തോട്ട് കയറാൻ തുടങ്ങിയാൽ സെൽ മെംബ്രെയിൻ അതിനെ ബ്ലോക്ക് ചെയ്യും. എന്നാൽ ആരോഗ്യം നൽകുന്ന പോഷകങ്ങളാണെങ്കിൽ അത് തുറന്നു കൊടുക്കുകയും ചെയ്യും. ഹലോ, ക്ലിയർ? അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും. സോ ആ ഗേറ്റ് കീപ്പറിനെ വളരെയധികം ആരോഗ്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സെൽ മെമ്പറാണ് തീരുമാനിക്കുന്നത് കോശങ്ങളിലേക്ക് ഏതൊക്കെ സാമഗ്രികൾ വരണം, ഏതൊക്കെ വരാൻ പാടില്ല എന്ന്. അതുകൊണ്ട് സെൽ മെമ്പറിൻ ആരോഗ്യമുള്ളതാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യും, അനാരോഗ്യമായി കഴിഞ്ഞാൽ അനാരോഗ്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്യും. റൈറ്റ്? അത് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൽ omega-3 1% കുറഞ്ഞു പോയാൽ, അധികമൊന്നല്ല കേട്ടോ, ജസ്റ്റ് 1% കുറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഒടുക്കത്തെ ക്ഷീണവും അതുപോലെ എനർജി ലെവൽ കണ്ടിന്യൂസ് ആയിട്ട് താണു പോകും. ഓക്കെ, അപ്പം വല്ലാതെ ക്ഷീണം വരിക, എനർജി ലെവൽ വല്ലാതെ താണു പോകുക, സ്റ്റാമിന ഇല്ലാതെയായി പോവുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിലുണ്ടാവും പക്ഷെ ശരീരം അത് അനുവദിക്കാതെ പോവുക, മസിൽസുകളൊക്കെ വേദനിക്കുക, ജോയിന്റ്സുകളിലൊക്കെ പെയിൻ വരിക, ഇതെല്ലാം omega-3 കുറവാണ് കാണിക്കുന്നത്. ഓക്കെ, അത് 1% കുറഞ്ഞാൽ, പക്ഷെ നമ്മളെ ആൾക്കാരിൽ ചെയ്യുന്ന 95% ഓഫ് ദ പീപ്പിൾ ലാക്സ് omega-3. അതുകൊണ്ട് 1% മാത്രമല്ല കുറഞ്ഞിട്ടുണ്ടാവുക, 25%, 30%, 50%, 60% കുറവുള്ള ആൾക്കാർ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ 1% കുറഞ്ഞാൽ ഈ പ്രശ്നമാണെങ്കിൽ 60% കുറഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും നോക്കി എടുക്കാനുണ്ടാവും. സോ ഇനി omega-3 എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് ആകുന്നത്? omega-3 എല്ലാ ഗുണങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് ആവുന്നത്? ഇനി ഇത് ഓരോ പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. പോയിന്റ് നമ്പർ 1 എഴുതിക്കോളൂ എല്ലാവരും. omega-3 ബെനിഫിറ്റ് ആണ്. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഹെൽപ്സ് ഇൻ കീപ്പിംഗ് ദ ഹാർട്ട് ഹെൽത്തി. ഹൃദയത്തിനെ ആരോഗ്യത്തോടെ സംരക്ഷിക്കും. ക്ലിയർ? ഇറ്റ് വിൽ കീപ് യുവർ ഹാർട്ട് ഹെൽത്തി. രണ്ടാമത്തത്,
ഒമേഗ 3 ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ബാഡ് കൊളസ്ട്രോൾ. ചീത്ത കൊളസ്ട്രോളുകൾ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ അതിന്റെ സന്തത സഹചാരിയായി നടക്കുന്ന ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാനും സഹായിക്കും. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് 3 ബ്ലോക്ക് ഉണ്ട്, ഉടനെ ബൈപ്പാസ് ചെയ്യണം, അല്ലെങ്കിൽ എൻജിയോഗ്രാം ചെയ്യണം എന്ന് പറയുന്നത് ഇല്ലാതെയാക്കാനുള്ള ഏറ്റവും വലിയ പ്രതിവിധിയാണ് സുഹൃത്തെ ഈ പറയുന്ന ഒമേഗ 3യും ഇതിന്റെ കൂടെ ചേർത്ത് കഴിക്കേണ്ടത് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റും. ഇത് രണ്ടും ചേരുമ്പോൾ നിങ്ങളെ ബാഡ് കൊളസ്ട്രോൾ കുറയുന്നു, നല്ല കൊളസ്ട്രോൾ കൂടുന്നു, ട്രൈഗ്ലിസറൈഡ്സ് കുറയുന്നു, ഇല്ലാതെയാവുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ, ആദ്യത്തെ ചിത്രം രക്തധമനിയാണിത്. സുഗമമായിട്ട് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, യാതൊരു ബ്ലോക്കും ഇല്ല. പക്ഷേ ഈ ഈ ഒരു ഞരമ്പ് നോക്കി, ഈ ധമനിയിൽ കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു പ്ലാക്ക് ഫോർമേഷൻ ആണ് കേട്ടോ, സിമെന്റ് ഇട്ടിട്ട് ബ്ലോക്ക് ഇട്ട പോലെ. ഇതാണ് ട്രൈഗ്ലിസറൈഡ്. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ എന്തുണ്ടായി, ഇതിന്റെ വ്യാപ്തി വളരെയധികം കുറഞ്ഞു പോയി കേട്ടോ. ഞരമ്പ് ഇവിടെ ഇത്തിരി അധികം ഉണ്ടായിരുന്നു ഡയമീറ്റർ, ഇവിടെ ഇത്തിരി. അപ്പൊ എന്തുണ്ടായി, ഹൃദയത്തിൽ നിന്ന് വരുന്ന ബ്ലഡിന്റെ ഫോഴ്സ് ഇവിടെ എത്തുമ്പോഴേക്കും വല്ലാതെ പ്രഷർ കൊടുക്കും. കാരണം ഇവിടുന്ന് പോകുന്നില്ല, ഇത് ഇത്ര സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടുന്ന് പോകുന്നില്ല, പ്രഷർ ഇവിടുന്ന് കൂടി. ഇവിടെ പ്രഷർ കൂടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ കൂടും. ഹൃദയത്തിന് ആഫ്റ്റർ ലോഡും കൂടും, പ്രീ ലോഡും കൂടും. ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രക്തം അടിച്ചിങ്ങോട്ട് വിട്ടിട്ടുണ്ട് കണ്ടോ, ഇതിർത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഇവിടുന്ന് ഇത് പോകുന്നില്ല, അപ്പൊ തിരിച്ചങ്ങോട്ടേക്ക് പ്രഷർ കിട്ടും. പിന്നെ ഇത് ഇങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് ഹൃദയത്തിലേക്ക് വലിക്കുമല്ലോ ഓക്സിജൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് രക്തമില്ല അവിടെ, കാരണം വേണ്ട അളവിൽ എത്തിയിട്ടില്ല. അപ്പൊ അവിടെയും പ്രഷറായി. അപ്പൊ പ്രീ ലോഡും കൂടി ആഫ്റ്റർ ലോഡും കൂടി അവസാനം എന്തുണ്ടാവുന്നത്, ഹാർട്ട് ഒരൊറ്റ കൊളാപ്സ് ആയിരിക്കും. പട്ടെ, ഹാർട്ട് അറ്റാക്ക്, തീർന്നു, ഫിനിഷ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഇത് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി, എന്നിട്ട് വലിയ കാര്യമുണ്ട്. എന്നിട്ട് അവിടെ സ്റ്റണ്ടിട്ട് ആകെ പ്രശ്നത്തിന്റെ മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുക ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ കൊഴുപ്പുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് വ്യായാമം ചെയ്തുകൊണ്ട് ശരീരത്തിനെ ശരിക്ക് കാത്ത് സൂക്ഷിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നമ്മളെ നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യാതില്ല നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വിലയില്ല. അതാണ് പറഞ്ഞത്, ഫ്രീ ആയിട്ട് ഒന്നും കൊടുക്കാൻ പാടില്ല. ഇത് വല്ല 1 കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഈ ശരീരം നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ഇതിനെ സംരക്ഷിച്ചാൽ. പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളുടെ കൂടെയൊക്കെ വന്ന് ഒരു പരിപാടിയൊക്കെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കുറെ ആൾക്കാർ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പെർസെന്റേജ് ഓഫ് പീപ്പിൾ ചേഞ്ചിങ് ഫോർ ഗുഡ് ഈസ് വെരി വെരി ലെസ്, ആൻഡ് പീപ്പിൾ ഹു ആർ നോട്ട് ചേഞ്ചിങ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. ഓക്കെ, ഇത് കണ്ടോ, പ്ലാക്ക് ഫോർമേഷൻ ആണ്, ശരിക്കും കോൺക്രീറ്റ് അടിച്ചതുപോലെ. അതുകൊണ്ട് എന്താ, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി ന്യൂറോൺസ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി നെർവ്സ് ഹാസ് ഗോൺ. ആ വഴുവഴുപ്പ്, ആ ഫ്ലെക്സിബിലിറ്റി തീരെ ഇല്ലാതെ ഇപ്പൊ ഹാർഡ് കോർ ആയിപ്പോയി. അപ്പൊ സോഫ്റ്റ്നെസ് ഇല്ലാതെ വെസലിന്. അപ്പൊ എന്താണ്, പെട്ടെന്ന് അങ്ങ് ക്രാക്ക് ആവും, പെട്ടെന്ന് പൊട്ടും. റെഡ്യൂസ്, അപ്പൊ ഫാറ്റിനെ കുറയ്ക്കണം. ഫാറ്റ് കൂടിയാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇത് ഈ ഒരു ഞരമ്പ് ഇവിടുന്നും ബ്ലോക്കാണ്, ഇവിടുന്നും ബ്ലോക്കാണ്. ഇത് വഴി മാത്രമേ രക്തത്തിന് പോകാൻ പറ്റുന്നുള്ളൂ. എത്രമാത്രം ബുദ്ധിമുട്ടിലായിരിക്കും രക്തം പോകുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ പ്രഷർ ഹൃദയത്തിൽ എമ്മാതിരിയാ വരുന്നുണ്ടാവും. ഇരുന്നടിക്കുന്ന കുഴഞ്ഞു വീണങ്ങ് മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ കാരണം തന്നെയാണ്. ഒന്നാമത് രക്തം പോകുന്നത് വളരെ കുറഞ്ഞ അളവിലും അത് പെട്ടെന്ന് കട്ടപ്പിടിച്ചു പോകുന്നുണ്ടെങ്കിലും നിന്നടുക്കിയെന്ന് ഠിക്ക് എന്ന് പറഞ്ഞിട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ കേട്ടോ. വെട്ടി വിട്ടതുപോലെയാണ് ഇപ്പം വീണ്ടത്. കുഴഞ്ഞു വീണെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ മോഷനിലേക്കാ പോവുക. ഇപ്പോഴങ്ങനെയല്ല, ഒരൊറ്റ വെട്ട്, ടാക്ക്, ഡിം, കഴിഞ്ഞു. വെട്ടിയിടുന്ന പോലെയാണ്. അപ്പൊ കുഴഞ്ഞു വീണ് മരിക്കാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, വെട്ടിയിട്ട് മരിച്ചതുപോലെയാണ്. ഒരൊറ്റ വെട്ടും 2 കഷ്ണം കഴിഞ്ഞു, ഫിനിഷ്ഡ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. സോ സീ ദാറ്റ് യു ആർ ഡൂയിങ് എക്സസൈസ് റെഗുലർലി. അതുപോലെ ഫാറ്റി ഫുഡ് കഴിക്കാതിരിക്കുന്നു, നല്ലോണം വെള്ളം കുടിക്കുന്നു, അതുപോലെ പോഷകങ്ങൾ കഴിച്ചുകൊണ്ട് ശരീരത്തിന് ആരോഗ്യപരമായിട്ട് നമ്മൾ മുന്നോട്ട് നൽകും. എന്നാൽ മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ ഇരുന്നെടുക്കേണ്ടത് തീർന്നു. എന്താ, ഇങ്ങനെ ഞരമ്പുകളിൽ ബ്ലോക്കുകൾ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവനും നീർക്കെട്ടുണ്ടാക്കും. അതാണ് ഇൻഫ്ലമേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു, നീർക്കെട്ടുകളാണ് രോഗമുണ്ടാക്കുന്നതിന് ഏറ്റവും വലിയ കാരണക്കാരൻ. അപ്പൊ ഈ ഞരമ്പുകളിൽ ശരീരത്തിൽ ഇനി ഏത് രോഗം വന്നു കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ട കാര്യമേ ഇല്ല. എന്താ കാരണം? കാരണം ഞരമ്പ് കംപ്ലീറ്റ് ബ്ലോക്കാണ്, നീർക്കെട്ട് വന്നിരിക്കുക. ഇങ്ങനത്തെ ഒരു രോഗി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിക്ക് 6 ന്യൂട്രിചാർജ് വെജ് ഒമേഗ കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 2, ലഞ്ച് കഴിഞ്ഞിട്ട് 2, ഡിന്നർ കഴിഞ്ഞിട്ട് 2. 6 ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിക്കാൻ പറഞ്ഞു. അതിന്റെ റിസൾട്ട് അദ്ദേഹം 1 മാസം കഴിഞ്ഞ് വന്ന പറയുകയും ചെയ്യും.
പക്ഷെ ചില സമയത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന സമയത്ത് 2-3 ആൾക്കാർ കൂടെ വന്നിട്ട് പറയും, എനിക്ക് 2 എഴുതിയുള്ളൂ, തനിക്ക് 4 എഴുതി, ഇദ്ദേഹത്തിന് 6 എഴുതി, എന്തുവാ ഇത്? ഞാൻ അവിടെ ഒരു പക്ഷപാതം കാണിച്ചൊന്നുമല്ല കേട്ടോ. ആ ശരീരത്തിന് ആവശ്യം എന്താണോ അതാ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1 കഴിക്കുന്നത്, നിങ്ങൾ 2 കഴിക്കുന്നത്, അതുകൊണ്ട് മറ്റേ 3-ാമത്തെ ആൾക്ക് 4 കഴിക്കാൻ പറ്റില്ല എന്നില്ല. ഓരോ ആൾക്കും ഓരോ ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ട് ഇതിന്റെ ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അത് നമ്മൾ പഠിച്ചാലല്ലേ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കാറ്റത്തൊരു വെടി, എന്നാ ഒരു കരകട്ട ഒരു 3 കഴിച്ചോ. അപ്പൊ ആലോചിക്കും, 3 കഴിക്കണം, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, 2 കഴിച്ചോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിന് എന്താ വില ഉണ്ടാകുക? നമുക്ക് തന്നെ നിശ്ചയമില്ല എത്ര കഴിക്കാൻ പറയണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കും. ശരിയായിട്ട് omega-3 ശരീരത്തിൽ കൊടുത്തോണ്ട് പോയാൽ ബ്ലഡ് പ്രഷർ കുറയും. എന്തുകൊണ്ടാണ് കുറയുന്നത് ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചല്ലോ. ഈ ബ്ലോക്ക് അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രഷർ ഇല്ലല്ലോ, പ്രഷർ കുറഞ്ഞു. പക്ഷെ ഈ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് കുറയുന്നുണ്ടോ? ആ പ്രഷറിന്റെ ഉള്ള ഗുളിക എഴുതുമ്പോൾ തന്നെ ആദ്യം തന്നെ പറയും മരിക്കുന്നത് വരെ കഴിക്കണം കേട്ടോ. ഇത് എന്തോ കാര്യം, മരിക്കുന്നത് വരെ കഴിക്കാൻ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്താണ്? ഭക്ഷണം, നമുക്ക് ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലേ? അതല്ലേ കഴിക്കേണ്ട മരിക്കുന്നത് വരെ, അല്ല മരുന്നാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, ടേസ്റ്റുള്ള ഭക്ഷണം ഒക്കെ ഒഴിവാക്കാൻ പറയും, എന്നിട്ട് അവിടെ മരുന്ന് കഴിക്കാൻ പറയും മരിക്കുന്നത് വരെ. നമ്മളത് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കും ചെയ്യും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദി തോട്ട്ഫുൾനെസ് ഓഫ് us. എനിവേ, പിന്നെ സ്ട്രക്ചറൽ വീക്കനിങ്. പ്രായം കൂടുമ്പോൾ ഹൃദയത്തിന്റെ ആ സ്ട്രക്ചറിന്, ആ ഘടനയ്ക്ക് ഒരു മാറ്റം വരും പ്രായം കൂടുമ്പോൾ. കാരണം വെച്ചാൽ സെൽസ് ഒക്കെ ഡീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലല്ലോ. കൃത്യമായിട്ട് പ്രോട്ടീൻ കഴിക്കുകയും കൃത്യമായിട്ട് വൈറ്റമിൻ കഴിക്കുകയും മിനറൽസ് കഴിക്കുകയും ഫൈബർ കഴിക്കുകയും ഒമേഗയും കഴിച്ചു കഴിഞ്ഞാൽ പ്രായം വരും ഒരു സംഖ്യ മാത്രമായി മാറും. പെർഫെക്റ്റ് ആയിട്ട് യങ് ആയിട്ട് നിൽക്കും. 60 വയസ്സുള്ള ആൾ പോലും 40 വയസ്സുള്ള ഒരു ശരീരം വെച്ചാൽ നടക്കുക. അപ്പൊ പിന്നെ സ്ട്രക്ചറൽ വീക്ക്നെസ് ഓഫ് ഹാർട്ട് ഡ്യൂ ടു ഏജ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രായം ഒരു നമ്പറാണ്. നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പ്രായം വേഗം വരും. നമ്മൾ കറക്റ്റ് ശരീരം സംരക്ഷിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര പ്രായം കഴിഞ്ഞാലും പ്രായം തോന്നിക്കത്തൂരില്ല. അപ്പൊ രണ്ടും ഒരേ സ്ഥലത്ത് നമുക്ക് കാണാൻ. പിന്നെ അതേപോലെ തന്നെ റിസ്ക് ഓഫ് സഡൻ ഹാർട്ട് അറ്റാക്ക്, പെട്ടെന്ന് വരുന്ന ഹാർട്ട് അറ്റാക്ക്, അത് ഏറ്റവും അധികം വരിക രാവിലെയാണ്, പുലർച്ചയ്ക്കാണ് വരിക ഏറ്റവും അധികം. കാരണം നമ്മളിങ്ങനെ കിടന്നതാണ്. അപ്പൊ ബോഡിയുടെ പ്രഷറൊക്കെ വളരെ നോർമലായിട്ട് ഒന്നായിരിക്കും. പിന്നെ നമ്മളുടെ ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരു അലാറം വെച്ചിട്ടാണ് എണീക്കുക. ബോഡിയിലേക്ക് ഒരു അലാറം ഫിറ്റ് ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ അത് മൊബൈലിന്റെ അലാറം ആയിരിക്കും, ക്ലോക്ക് ആയിരിക്കും. നമ്മളെ ബോഡിയിൽ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ബയോളജിക്കൽ അലാറമും ക്ലോക്ക് ഒക്കെ ഉണ്ട്. അതിനെ ട്യൂൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ പോട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോ അലാറം അടിച്ചിട്ടായിരിക്കും. അലാറം അടിക്കുന്ന മുറയ്ക്കാനെ ടാപ്പ് ടുപ്പ് ടുപ്പ് എന്ന് പറഞ്ഞ് ഏതോ പിങ് പോങ് ബോൾ വീണത് പോലെ പൊങ്ങി എണീറ്റ് കട്ടിൽ നിന്ന് വെളിയിലൂടെ ചാടും. ഇതാണ് ഏറ്റവും വലിയ തകരാറ്. കാരണം അതുവരെ ബ്ലഡ് പ്രഷർ നോർമൽ ആയിരുന്നു. ഇത് പെട്ടെന്ന് നിങ്ങൾ എണീറ്റ് ചാടി അങ്ങ് പോകുമ്പോഴേക്കും ബ്ലഡ് പ്രഷർ ടക്ക് നമ്മൾ ഷൂട്ടപ്പ് ചെയ്യും. ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ ആരോഗ്യം കുറവുള്ള ശരീരമാണ്. കോശങ്ങൾക്കെല്ലാം ഈ omega-3 ഒക്കെ കുറവുണ്ടെങ്കിൽ ആ ഒരൊറ്റ അടി തന്നെ അപ്പുറത്ത് കൊണ്ട് കുഴച്ചിട്ടങ്ങ് വിട്ടേക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും കാണാണ്, രാവിലെ വെള്ളം കുടിക്കാൻ പോയതായിരുന്നു, അവിടെ തന്നെ വീണു. ചില രാവിലെ എണീറ്റിട്ട് വെള്ളം കുടിച്ചു, മൂത്രം ഒഴിച്ചു വന്നതേ ഉള്ളൂ, വാതിൽ തുറന്നു നേരെ അവിടെ വീണു. ഇതൊക്കെ പല കഥകളും കേട്ടിട്ടുണ്ടാവും, നേരിട്ട് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇതിന്റെയൊക്കെ കാരണം ഇത്രയേ ഉള്ളൂ. അപ്പൊ പല തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ രോഗങ്ങളും ഇതിന്റെ അകത്ത് പ്രസിപ്പിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പോഷകങ്ങളെ കൊടുത്തിട്ട് തുരുത്തണം, അല്ലാതെ മരുന്ന് കൊടുത്തിട്ട് മറ്റുള്ള രോഗം കൂടി ഉണ്ടാക്കിയല്ലേ ചെയ്യേണ്ടത്. ഒരു രോഗം ഇവിടെ ഓൾറെഡി ഉൽപ്പാദിച്ചു കഴിഞ്ഞു, അതിന് മരുന്ന് കൊടുത്തിട്ട് രണ്ടാമത്തെ രോഗം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? ആ രോഗവും കൂടി വരാതിരിക്കാനാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് മനസ്സിലാവില്ല, അത് പെട്ടെന്ന് സ്വീകരിക്കും. ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നീഡ് ടു ബി വെരി വെരി കോൺഷ്യസ് ആൻഡ് വെരി വെരി കെയർഫുൾ. അപ്പൊ സഡൻ ഹാർട്ട് അറ്റാക്കിന്റെ ചാൻസ് ഇല്ലാതെയായി. ഓക്കെ. പിന്നെ ഈ ലാൻസെറ്റ് എന്ന് പറഞ്ഞൊരു വലിയ ഗ്രന്ഥം പോലത്തെ ഒരു ബുക്കാണ് കേട്ടോ. അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് omega-3 കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സഡൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. ഇവിടെ സമൂഹത്തിൽ ഏറ്റവും അധികം കാണുന്ന സഡൻ ഹാർട്ട് അറ്റാക്ക് അല്ലേ നമ്മൾ. എന്നിട്ട് ഈ ഈയിടെയായിട്ടാണ് അറ്റ്ലീസ്റ്റ് കാർഡിയോളജിസ്റ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ omega-3 കാണുന്നത്. ഇല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പേ, 6 കൊല്ലം മുമ്പ്, 7 കൊല്ലം മുന്നേ പ്രിസ്ക്രിപ്ഷനിൽ വെറും കുറെ മരുന്നല്ലാതെ omega-3 എന്ന് അവിടെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. എന്നാൽ ഏറ്റവും വലിയ ഗ്രന്ഥം, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഗ്രന്ഥമാണ് ലാൻസെറ്റ് എന്ന് പറഞ്ഞത്. അതിലെഴുതിയിരിക്കുന്നത് എന്തുവാ? സഡൻ ഹാർട്ട് അറ്റാക്ക് കുറയാൻ omega-3 ശരിയായ അളവിൽ കൊടുത്തോണ്ടിരിക്കുന്നു. കൊടുക്കില്ല. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് നടന്നിട്ടാണ് നിങ്ങൾ കാണുന്നതായിരിക്കും. പല ആൾക്കാരും വിളിക്കാറുണ്ട്, സാർ ഞാനൊരു ആളെ പോയി കണ്ടു, അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ ഹാർട്ട് അറ്റാക്ക് ആയതാണ്,
അപ്പൊ നമുക്ക് നമ്മളുടെ ഇത് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. അയ്യോ, നമ്മളല്ലേ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്. നമുക്ക് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് കൊടുക്കാം, ന്യൂട്രിചാർജ് മാൻ കൊടുക്കാം, ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഒരു 6 വെച്ച് കൊടുക്കാം. യു ക്യാൻ സീ ദ ഡിഫറൻസ് ഇൻ ദാറ്റ് പേഴ്സൺ. പതിയെ പതിയെ പല മരുന്നുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് എല്ലാം ഒരു ഇംഗ്ലീഷ് മരുന്ന് എഴുതിക്കട്ടെ, എക്വസ്പ്രിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആസ്പ്രിൻ. അത് കണ്ടിന്യൂസ് ആയി കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും, പലതരത്തിലുള്ള പ്രശ്നം. അതിലൊന്നാണ് ഇന്റേണൽ ബ്ലീഡിങ്, രക്തസ്രാവം. വയറ്റിനകത്താണെങ്കിൽ നമ്മൾ അറിയത്തോലുമില്ല. വല്ല മൂക്ക് കൂടിയോ അല്ലെ ചെവി കൂടിക്കാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അറിയുകയും ചെയ്യും, വായി കുടിക്കാണെങ്കിൽ. പക്ഷെ ചിലതങ്ങ് വയറ്റിന്റെ അകത്തേക്കാണെങ്കിൽ നമ്മൾ അറിയത്തോലുമില്ല. ദാറ്റ് വിൽ ലീഡ് ടു ഡെത്ത്. മനസ്സിലായില്ലേ? അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു ഇക്കോസ്പ്രിൻ കഴിച്ചാൽ സംഭവിക്കും. അപ്പൊ നമ്മൾ അതിലേക്ക് അടിമപ്പെടാതെ ജീവിതശൈലി മാറ്റി പിടിച്ചുകൊണ്ട് പഴയകാല ചെയ്തികളൊക്കെ ഒഴിവാക്കുക. കാരണം എന്തുകൊണ്ടാണ് ഈ സംഭവം വന്നത്, അതെല്ലാം ഒഴിവാക്കുക. എങ്ങനെയാണ് ഇത്രയും കാലം ജീവിച്ചത് അതിനേക്കാളും വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതിന്റെ കൂടെ സന്തത സഹചാരികളായിട്ട് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണവും ആരോഗ്യപരമായിട്ടുള്ള പോഷകങ്ങളും കഴിക്കണം. എന്നാൽ പിന്നീട് നിങ്ങൾക്ക് യാതൊരു വേവലാതിയോ ടെൻഷനോ ആവശ്യം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഓരോ ജംഗ്ഷനിലും നമ്മളെ കാത്തിരിക്കുന്നത് ഭയാനകമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ടി വരില്ല, എല്ലാവരും ചെയ്തോളൂ. പിന്നെ നമുക്ക് ഇതെല്ലാം അറിയാം, ഇതെല്ലാം എന്നെ ശരിക്കും ചതിക്കുക ചെയ്യുന്നത്, പക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ എത്തിപ്പെടാതെ നോക്കുക, എന്നാൽ രക്ഷയുണ്ട്. അത് എത്തിപ്പെടാതിരിക്കണമെങ്കിൽ ശരിയായിട്ട് പോഷകങ്ങൾ കഴിച്ച് വ്യായാമം ചെയ്ത് ആരോഗ്യം സംരക്ഷിക്കണം. പിന്നെ ഒമേഗ 3 കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഓരോ സന്ധികൾക്കും ആരോഗ്യം ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, വേദനകൾ ഉണ്ടാവില്ല. ഈ പറയുന്ന മുട്ട് ഓപ്പറേഷൻ, കാല് ഓപ്പറേഷൻ, മുതുക് ഓപ്പറേഷൻ, ഇതിനല്ലേ പണിയുള്ളൂ. എന്നിട്ട് വലിയ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഗുണം ഉണ്ടായിട്ടുണ്ട്, ആശുപത്രിക്ക് ഉണ്ടായിട്ടുണ്ട്, ആ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ആ എവിടെയാണോ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ മുട്ടുകളും എല്ലുകളും ഉള്ളത് അവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. സ്റ്റീൽ ചില പല ശരീരത്തിലും ദൈവം തന്നിരിക്കുന്ന എല്ല് മാറ്റിയിട്ട് അവിടെ മനുഷ്യരുണ്ടാക്കിയ സ്റ്റീലല്ലേ കയറ്റി വെച്ചിരിക്കുന്നത്. ചിന്തിച്ചു നോക്കി. അപ്പോൾ ഇതൊക്കെയാണ്, ഏതൊക്കെ അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ ഈ ജോയിന്റ്സിനും എല്ലിനൊക്കെ നല്ല ആരോഗ്യം വേണമെങ്കിൽ ഒമേഗ 3 നല്ലോണം കഴിക്കും. അതിങ്ങനെയാകുമ്പോൾ നമ്മൾ ജോയിന്റ്സ് എന്നൊക്കെ നല്ലോണം ഫ്ലെക്സിബിലിറ്റി കൂടും, ജോയിന്റ്സ് ഒക്കെ നല്ല വഴുവഴുപ്പുള്ളതായി മാറും, ആരോഗ്യമുള്ള ജോയിന്റ് ആയിരിക്കും. അവിടെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിക്കാനും മറിക്കാനും പറ്റും. കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ലേ, നടന്ന് എങ്ങനെയെങ്കിലും കാല് എങ്ങനെ വേണമെങ്കിലും തിരിക്കുമല്ലോ. കിടന്നടിക്കാൻ ചെറിയ കൊച്ചുകൾ പ്രസവിച്ചെല്ലാം കഴിഞ്ഞ് കൊച്ചുകൾ ആദ്യമായിട്ടൊക്കെ ഇളകുന്ന സമയത്ത് ആ കാല് മടക്കിയിട്ട് കാലിന്റെ വിരല് വായിലിടും, കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നീതി പോലെ വളയും. അവരെന്താ വയറ്റിനകത്ത് എക്സസൈസ് ചെയ്തിട്ട് ജനിക്കുന്ന മുമ്പേ കംപ്ലീറ്റ് ഫ്ലെക്സിബിൾ എക്സസൈസ് ചെയ്തിട്ട് വന്നതാണോ? അല്ല. പക്ഷെ അതേ കുട്ടി കുറച്ചു കാലം കഴിയുമ്പോഴേക്കും തറയിൽ വീണ പേൻ എടുക്കാൻ കുനിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് മതി. അപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലായിക്കൊള്ളല്ലോ, അല്ലേ? അപ്പൊ ദിസ് ഈസ് ദ പ്രോബ്ലം. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ജോയിന്റ്സ് ആൻഡ് ദ എജാലിറ്റി ഓഫ് ദ ജോയിന്റ്സ് റിമൈൻസ് ഇഫ് യു കണ്ടിന്യൂസ്ലി ബി ദെയർ ഓൺ ഒമേഗ 3. അതുപോലെ ഓസ്റ്റിയോപൊറോസിസ്. ഇപ്പൊ ഇത് പണ്ട് ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരികയായിരുന്നു, എന്താണത്. ഇപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഓസ്റ്റിയോപൊറോസിസ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം പല ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് ഓസ്റ്റിയോപൊറോസിസ് ആണ്, എല്ല് കംപ്ലീറ്റ് തഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്, പോർസ് എന്ന് പറഞ്ഞ ദ്വാരങ്ങളാണ്, ഓസ്റ്റിയോ എന്ന് പറയുന്നത് എല്ല്. അപ്പൊ എല്ലിൽ ദ്വാരങ്ങൾ സംഭവിക്കുന്നു. ഈ ചിത്രം കണ്ടോ, രണ്ടാമത്തെ ചിത്രം, എല്ലിൽ ദ്വാരങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇത് എത്രമാത്രം എല്ലിൽ ദ്വാരങ്ങൾ ഉണ്ടാകുന്നു അത്രയും ശോഷിക്കപ്പെട്ടു പോകും എല്ല്. ഒരു തട്ട് കിട്ടിയാൽ മതി, പൊടിഞ്ഞു പോകും. ഫ്രാക്ചർ അല്ല കാണുക, മൾട്ടിപ്പിൾ ഫ്രാക്ചർ കാണുക. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? അതുകൊണ്ട് എല്ലിന്റെ സാന്ദ്രത കുറഞ്ഞു പോകുന്നുണ്ട്, എല്ല് വളരെയധികം വീക്കായി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഒമേഗ 3 കാൽഷ്യം പ്രോട്ടീൻ ഒന്നുമില്ല, അതാണ് കാരണം. പിന്നെ ഒമേഗ 3 കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എബ്നോർമൽ ഷുഗർ ലെവലേ ഉണ്ടാവില്ല. എബ്നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ അല്ലാത്തത്. അതായത് നോർമലിനേക്കാളും കൂടുതലായതും എബ്നോർമൽ ആണ്, നോർമലിനേക്കാളും താഴെ പോയതും എബ്നോർമൽ ആണ്. അപ്പൊ ഇത് രണ്ടും ഇല്ലാത്ത ഒരവസ്ഥ. അപ്പൊ നോർമലിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗ അല്ലെങ്കിൽ ഒമേഗ 3, റൈറ്റ്? അപ്പൊ ഞാനിപ്പം ആ വെജ് ഒമേഗയിലേക്ക് വന്നിട്ടില്ല, ഒമേഗ 3 പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒമേഗ 3 എന്ന് പറയുന്ന ഈ ഒരു ഇൻഗ്രീഡിയന്റ് ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ അത് എബ്നോർമൽ ആയിട്ടുള്ള ഷുഗർ ലെവൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കലും നിലനിർത്താൻ സമ്മതിക്കത്തില്ല, അപ്പോ നോർമൽ ആയിരിക്കും. കാരണം എന്താ നോക്കിയേ, കാരണം ഇത് ഇൻസുലിന്റെ ഉൽപാദനവും അതിന്റെ എഫക്റ്റീവ്നെസ്സും വല്ലാതെ കൂട്ടും. അതുകൊണ്ട് ഇൻസുലിൻ വല്ലാതെ ഉത്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഷുഗറിന്റെ അളവ് കുറയാൻ സാധ്യത വരുന്നു. അതുപോലെ തന്നെ എഫക്റ്റീവ് ആക്കണം.
കാരണം ഇൻസുലിൻ വന്നതിനോട്ട് കാര്യമില്ല. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതെയാകും. ഇപ്പൊ ഈ ചിത്രത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ട്, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ദഹിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിലേക്ക് പോകുന്നു. അതാണ് ഈ വയലറ്റ് നിറത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ രക്തത്തിൽ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ നമുക്ക് ക്ഷീണം മാറും. കാരണം എനർജി കാണുന്നത്, ഗ്ലൂക്കോസ് മീൻസ് എനർജി ഉണ്ട്. അപ്പൊ അതിങ്ങനെ വന്ന് 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 ഒരു നിശ്ചിത അളവിൽ കൂടുമ്പോഴാണല്ലോ പ്രമേഹം എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാകുമ്പോഴാണല്ലോ നമ്മൾ അതിന് ഈ പറയുന്നത് എന്താണ് പറയാ, പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശത്തിൽ നോർമൽസിയിലേക്ക് ഇങ്ങനെ കൂടി 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 വന്ന് എബോ നോർമൽ ആവാനുള്ള സാധ്യത വരുമ്പോൾ ഉടനെ പാങ്ക്രിയാസിൽ നിന്ന് ഇൻസുലിൻ റിലീസ് ആവും. അതാണ് ഈ പച്ച നിറത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻസുലിൻ വന്നിട്ട് എന്ത് ചെയ്യും? ആവശ്യത്തിനേക്കാളും കൂടുതൽ ഇൻസുലിൻ ഗ്ലൂക്കോസ് വരുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് കൂടെ കൊണ്ടുപോകും വെളിയിലോട്ട്. കണ്ടാ, കൂടെ വെളി കൊണ്ടുപോയത്, എന്നിട്ട് ശരീരത്തിന്റെ പല അവയവങ്ങൾക്കും കൊടുക്കും. ഇൻ ദ പ്രോസസ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഒമേഗ 3 ചെയ്യുന്നതും. ചിന്തിച്ചു നോക്കുക, ഒറ്റയടിക്ക് എന്തൊക്കെയാ ചെയ്യുന്നത്? ഒരു ചെറിയ ക്യാപ്സ്യൂളാണ്, ഒരു ക്യാപ്സ്യൂൾ, പക്ഷെ അനേക കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല സ്കിന്നിനെ വളരെ സോഫ്റ്റ് ആൻഡ് സപ്പിൾസ്, തിളക്കമുള്ളതും ചുളിവില്ലാത്തതും ആരോഗ്യമുള്ള ചർമ്മമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പ്രായം തോന്നിക്കത്തേയില്ല. നമ്മൾ വളരെ സ്കിന്ന് വളരെ ഹെൽത്തി ആയിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞു, യാതൊരു ചുളിവുമില്ല. ആ പ്രായത്തിൽ വരുന്ന ചുളിവുകളില്ല. അതുകൊണ്ട് പ്രായം തോന്നിക്കത്തോലും. ഇവിടെ നോക്കി, ആ രണ്ട് ഭാഗത്ത് 3 ഫേസും ഏകദേശം ഒന്നിൻ്റെയാണ്. പക്ഷെ അതിൽ ആ ചുളിവുള്ള ഫേസും തിളക്കമില്ലാത്ത ഫേസും തിളക്കമുള്ള ഫേസും തമ്മിൽ നോക്കി എത്ര പ്രായം വ്യത്യാസം തോന്നുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ. ഇതാണ് നമുക്കെല്ലാം സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ പ്രായം നോക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ മുടി, ഒമേഗ 3 കുറവുണ്ടെങ്കിൽ ചകിരി പോലത്തെ മുടിയായി പോകും, ഡ്രൈ ആൻഡ് ലൈഫ്ലെസ്. അത് മാത്രമല്ല, കൈ ഇങ്ങനെ അകത്തോട്ട് കൂടെ ഇങ്ങനെ വിരലുകൾ പോകുമ്പോഴോ അല്ലെങ്കിൽ കോമ്പ് കൊണ്ട് കോമ്പിങ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഇങ്ങനെ പൊടിഞ്ഞിട്ട് അതിന് വഴിയാക്കണം. ഇറ്റ് വിൽ ഗോ ലൈക്ക് ദാറ്റ്. അപ്പൊ ഈ ഡ്രൈ ആൻഡ് ലൈഫ്ലെസ് ആയിട്ടുള്ളൊരു മുടി ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ഒമേഗ 3 തന്നെയാണ്. ഒരു 4-5 ഒമേഗ 3 പൊട്ടിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് തേക്കുക. അപ്പം തലയിലെ അടിയിൽ തേക്കണം, കാരണം അവിടെ ഇങ്ങനെ താരനുണ്ടാവും. അപ്പൊ പല ആൾക്കും താരനുണ്ട്, പ്രശ്നമുണ്ട്, ചൊറിച്ചിൽ ഭീകരമായിട്ട് ചൊറിഞ്ഞു കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഡെഡ് സ്കിൻ, വെളുത്ത നിറത്തിൽ ഇങ്ങനെ പാറിപ്പോകുന്ന കാണാം. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒമേഗ 3 പൊട്ടിക്കുക, കുളിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പേ അല്പം തവിടെണ്ണയിൽ ചേർത്തിട്ട് നല്ല വിരലിന്റെ തുമ്പ് കൊണ്ട് നല്ലോണം പിടിപ്പിക്കുക തലയോട്ടിയിൽ. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിന് കഴിക്കുന്നത് വളരെ മാരകമായിട്ടുള്ള ഷാമ്പൂ ഒന്നും ഉപയോഗിക്കണ്ട. കടലപ്പൊടിയൊക്കെ ഇട്ട് കഴിച്ചാൽ നാച്ചുറലായിട്ട് അങ്ങ് പോകും. അല്ല താളിയേക്കാം, റൈറ്റ്? ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോ ഡാൻഡ്രഫ് കൂടുതലുണ്ടെങ്കിൽ മുടി ഉണ്ടാവില്ല. ആ തലയുടെ ചർമ്മം വളരെയധികം ഡെഡ് സ്കെയിലായിട്ട് പിന്നെ അത് ചൊറിയുമ്പോൾ പൊട്ടി കഴിഞ്ഞാൽ അത് വേറെ ഇൻഫെക്ഷനിലേക്ക് മാറി, അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് അത് പോകും. സോ അവോയ്ഡ് ദാറ്റ്. ആൻഡ് ഫോർ ദാറ്റ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ വിൽ ഹെൽപ്പ്. പിന്നെ വല്ലാത്ത ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് താരനുണ്ടെങ്കിൽ ഒരു 2 ന്യൂട്രിചാർജ് എസ് വൈയും കൂടി അതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം മാറും. അങ്ങനെയാകുമ്പോൾ നല്ല ആരോഗ്യമുള്ള മുടി ഉണ്ടാവും, നല്ല വളർച്ചയുള്ള മുടി ഉണ്ടാവും, നല്ല ബലമുള്ള ഘനം മുടി ഉണ്ടാവും. റൈറ്റ്? ഇത് നോക്കി, ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ബോഡി ഫാറ്റ് കത്തിച്ചു കളയും. ഈ ചിത്രം എത്ര അർത്ഥവത്തമായിട്ടുള്ള ചിത്രം നോക്കി. അതായത് ഈ പറയുന്ന ലേഡിയുടെ ആദ്യത്തെ അരക്കെട്ട് ആ ജീൻസിന്റെ സൈസായിരുന്നു. അപ്പൊ അത്രയും തടിയുള്ള ഒരു ലേഡിയാണ് ഇത്രയും ആയത് എന്നുള്ള സിംബോളിക് ആയിട്ട് കാണിച്ചത്. മേക്ക് യു അണ്ടർസ്റ്റാൻഡ് എന്താണ് റെഡ്യൂസിങ് ബോഡി ഫാറ്റ് എന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളുടെ അരക്കെട്ടിന്റെ വിസ്താരം വളരെ കുറച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ശരീരമാക്കി മാറ്റും. അതാണ് ഇറ്റ് റെഡ്യൂസസ് ദി ബോഡി ഫാറ്റ്. പിന്നെ പെൺകുട്ടികളിലും സ്ത്രീകളിലും, ആർത്തവമുള്ള പെൺകുട്ടികളിലും സ്ത്രീകളും പീരീഡ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹോർമോൺ വ്യതിയാനം അല്ലാതെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മൂഡ് സ്വിങ് ചെയ്യുന്നതും ഇറിറ്റേഷൻ വരുന്നതും ദേഷ്യം വരുന്നതും ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഒമേഗ 3 കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഹോർമോൺ ബാലൻസിങ് ആയിരിക്കും പെർഫെക്റ്റ്. അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും ഒരുപോലെ ആയിരിക്കും. അപ്പൊ പീരീഡ്സിന്റെ സമയത്തൊക്കെ ന്യൂട്രിചാർജ് വുമൺ ഒരു പ്രാവശ്യം കഴിക്കുന്നു, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് 2 പ്രാവശ്യം കഴിക്കുമ്പോൾ ഒരു ഒമേഗ ഒരു 4 ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വാവ്, ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ യുവർ സെൽഫ് വിൽ ഫീൽ. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നീർക്കെട്ടാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ നീർക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ ശരീരത്തിൽ വരും. പലതരത്തിലുള്ള നീർക്കെട്ട് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. ഓക്കെ. ആ നീർക്കെട്ട് വന്നിട്ടുള്ള അസുഖങ്ങൾ ഒരു ചില സമയത്ത് നമ്മളെ ജീവിതം തന്നെ എടുത്തു കളയും. ഓക്കെ. അപ്പോ നീർക്കെട്ട് കൊണ്ട് വരുന്ന ചില രോഗങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്.
അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഈ കേൾക്കുമ്പോൾ ഈ പറയുന്ന അസുഖം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ശരീരത്തിൽ ഈ നീർക്കെട്ട് എന്ന് പറയുന്നതിനെ ഒഴിവാക്കുക ചെയ്യുക. ഒമേഗ 3 കൊടുക്കുകയും ചെയ്യണം. പിന്നെ നീർക്കെട്ട് ഉണ്ടാവിയത് എന്തുകൊണ്ട്, ഏതെല്ലാം ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ്, ഏത് ജീവിത ശൈലി അവലംബം ചെയ്തുകൊണ്ടാണ് ഈ നീർക്കെട്ട് വന്നത്, അതങ്ങ് നിർത്തുക. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറി അതിനുള്ള പോഷകങ്ങളും കൂടി എടുത്തു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇൻഫ്ലമേഷൻ ഉള്ള അസുഖം. ഒന്ന്, എലർജി പോലും നീർക്കെട്ട് കൊണ്ടുവരുന്നതാണ്, കാരണം ശരീരത്തിന്റെ ഉള്ളിൽ ഉള്ള തകരാറാണ്. പിന്നെ ഐ ഡിസോർഡർ, കണ്ണിനുള്ള പ്രശ്നം. ആസ്തമ, ശ്വാസമുട്ടും വലിയും എന്നെല്ലാം പറയുന്നത്. പിന്നെ ഡയബറ്റീസ്, പ്രമേഹം. പിന്നെ കോളൈറ്റിസ് ആൻഡ് ക്രോൺസ് ഡിസീസ്, ഇത് ആമാശയവും കുടലും സംബന്ധിച്ച രോഗമാണ്. ഇപ്പോൾ വളരെയധികം ആൾക്കാർ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു, എന്താണോ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്നത് ആ ഭക്ഷണത്തിന് കംപ്ലീറ്റ് ഒരു രൂപാന്തരം കൊടുക്കണം. യു നീഡ് ടു ഗിവ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫുഡ് ഹാബിറ്റ്. പിന്നെ എക്സസൈസ് ചെയ്യണം. അതിന്റെ കൂടെ ഈ പറയുന്ന PVMFO മുടങ്ങാതെ കൃത്യ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ അസുഖങ്ങളും നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി തരുകയും ചെയ്യും. പിന്നെ ഇൻഫെക്ഷൻ, പലതരത്തിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇഞ്ചറി, ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങുന്നില്ല. പിന്നെ സൊറിയാസിസ്, പിന്നെ ഒബേസിറ്റി. ഓക്കെ, സൊറിയാസിസ് എന്നൊക്കെ പറഞ്ഞാൽ ചർമ്മത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ. ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞിട്ട് ശരീരം മൊത്തം വികൃതമായി പോവുക. പിന്നെ ആർത്രൈറ്റിസ് ആൻഡ് ജോയിന്റ് പെയിൻ, വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായതൊക്കെ. പിന്നെ ഉള്ളത് ലങ് ക്യാൻസർ, ഏത് തരം ക്യാൻസർ, എനി ടൈപ്പ് ഓഫ് ക്യാൻസർ, ഫോർഗെറ്റ് അബൌട്ട് ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, എനി ടൈപ്പ് ഓഫ് ക്യാൻസർ. ആൻഡ് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, ഇതെല്ലാം നീർക്കെട്ട് കൊണ്ട് മാത്രം വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോ ഇതെല്ലാം ഒരു രോഗം എന്ന് പറയാനുണ്ടോ? അവസ്ഥ എന്ന് പറഞ്ഞാൽ പോലെ. അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട്. ഇതൊന്നും രോഗമല്ല, ഇതെല്ലാം അവസ്ഥ. ദീസ് ആർ നോട്ട് ഡിസീസസ്, ഇൻഫാക്ട് ദേ ആർ എ സ്റ്റേറ്റ്. ആ അവസ്ഥ മാറിയാൽ മതിയല്ലോ, സംഭവം ക്ലീൻ ആയില്ലേ. പിന്നെ പല ആൾക്കാർക്കും തൈറോയിഡ്. ഒരു 10 ആൾ എടുത്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ, 10 സ്ത്രീകൾ എടുത്തിട്ടുണ്ടെങ്കിൽ 6-7 സ്ത്രീകൾക്ക് അതിൽ 60 to 70% ലേഡീസ് ആർ ഹാവിംഗ് ദിസ് തൈറോയിഡ് പ്രോബ്ലം, ഹൈപ്പോതൈറോയിഡിസം. അതും മെറ്റാബോളിസത്തിന്റെ തകരാറാണ്, ടോക്സിൻസിന്റെ തകരാറാണ്, ഇൻഫ്ലമേഷൻ ഉള്ളതിന്റെ തകരാറാണ്. കാരണം ആരോഗ്യം നോക്കാൻ അവർക്ക് സമയമില്ലല്ലോ സ്ത്രീകൾക്ക്. മറ്റുള്ളവരെ നോക്കിയിട്ടും പിന്നെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുമ്പോൾ അവർക്ക് അവരെ നോക്കാൻ സമയമില്ല. സോ ദിസ് ലീഡ്സ് ടു ദിസ്. അപ്പം എത്രയോ കാലമായിട്ട് സാർ ഞാൻ 100 മൈക്രോഗ്രാം കഴിക്കുന്നു, ഞാൻ 125 മൈക്രോഗ്രാം കഴിക്കുന്നു, ഞാൻ 80 കഴിക്കുന്നു, ഞാൻ 60 കഴിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തൈറോണോം, തൈറോക്സിൻ, എൽട്രോക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗുളിക കഴിക്കുന്നു. പക്ഷെ കാലകാലം കഴിച്ചിട്ടും വലിയൊരു ഒരു ഒരു ഡിഫറൻസ് അതിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ ആ കോസിനെ അങ്ങ് പോയിട്ട് അഡ്രസ് ചെയ്താൽ മതി. അപ്പൊ നീർക്കെട്ടങ്ങ് ഒഴിവാക്കി പ്രശ്നം കഴിയും. പിന്നെ ആർത്രൈറ്റിസിനുള്ള പെയിൻ, വേദന, സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ omega 3 കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹാരം. ഓക്കെ, എത്ര എത്ര അസുഖങ്ങൾക്ക് ഒരു പര്യായമായിട്ട് നിൽക്കുന്നുള്ളതാണ്. കാരണം ആ അസുഖം വന്നതിന്റെ കാരണമാണ് ഇത് മാറ്റുന്നത്, അല്ലാതെ അസുഖത്തിന്റെ മരുന്നല്ല ഇത്. ആ അസുഖം എന്തുകൊണ്ട് വന്നു, അത് ഈ കുറവ് കൊണ്ട് വന്നു. ഇപ്പം നമ്മൾ ഈ ഇവിടെ ഒരു ബൾബ് എത്തിക്കൊണ്ടിരിക്കുന്നു, ഈ ബൾബ് ഫ്യൂസായി. നമ്മൾ എന്താ ചെയ്യുന്നത്, മുഴുവൻ വയറും പിന്നെ അതേപോലെ സ്വിച്ചും എല്ലാം വലിച്ചു മാറ്റി പുതിയ ഫിറ്റ് ചെയ്യും? ഇല്ല, ആദ്യം നമ്മൾ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് കത്താത്തത്. അപ്പൊ ബൾബ് അയച്ചു നോക്കിയോ, ബൾബ് ഫ്യൂസ് ആയതായിരുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ബൾബ് കത്തി ഫിനിഷായി. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തേടി പോകുമ്പോഴാണ് ലാസ്റ്റിൽ പോയി വയറും അന്വേഷിച്ച് ഇവിടെ എന്റെ റൂമിലത്തെ ബൾബ് ഫ്യൂസ് ആയത്, ഞാൻ അന്വേഷിച്ച് പോകുന്ന നേരത്തെ അവസാനം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അടുത്തു. വല്ല കാര്യമുണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചു നോക്കിയിരുന്നെങ്കിൽ? അതുപോലെയാണ് നമ്മളുടെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ആ കുറവുകളൊക്കെ നികത്തിപ്പെടും. കുറവുകൾ നികത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ രോഗങ്ങൾ ഉണ്ടാവില്ലല്ലോ. അത്രയും അവസ്ഥ അങ്ങ് മാറി കഴിഞ്ഞു, അത്രയും. ഇപ്പൊ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ നല്ല മഴ പെയ്തു, ആ മഴ കൊണ്ടാൽ നിങ്ങൾ നനയുന്നത് ഗ്യാരണ്ടിയാണ്. അയ്യോ ഇനിയിപ്പോ മഴ നനഞ്ഞേ മതിയാവത്തുള്ളൂ, അത് മഴ പെയ്താൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുമോ? നനയില്ലല്ലോ. നമ്മളെ അവസ്ഥയിൽ നിന്ന് മാറാനല്ലേ ശ്രമിക്കുന്നത്. എന്താ ചെയ്യുക, എവിടെയെങ്കിലും ഓടി ഒരു മരത്തിന്റെ ഒട്ട് എവിടെയെങ്കിലും മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് ഓടി നിൽക്കും. അപ്പൊ മഴ അവിടെ പെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ നനയുന്നില്ല, കാരണം നിങ്ങൾ അവസ്ഥ മാറ്റി. അത്രയും ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ നടക്കും, വേറെ ഒന്നല്ല. ഇവിടെ പക്ഷെ നമ്മൾ അങ്ങനെയല്ല, മഴയത്ത് നനയാൻ മൊത്തം നനഞ്ഞ് മഴക്കാലം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്ന പറയാം. പിന്നെന്തോ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് മൊത്തം നനഞ്ഞ് ഇന്നില്ലാതെയാകും. അതേപോലെ മൈഗ്രെയിൻ, ഓയ്യോ ഇതും വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്നാമത് വെള്ളമില്ല, ശരീരത്തിൽ വെള്ളമേ ഇല്ലല്ലോ. അപ്പൊ omega 3 കഴിക്കുമ്പോൾ ഈ മൈഗ്രെയിൻ പോലത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കാൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുമ്പോഴേക്കും ആ വ്യക്തി തന്നെ ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെ
പല ആൾക്കാരും ഡിപ്രഷനിൽ പോയിട്ട് നമുക്കറിയാം. ഇപ്പൊ കൂടുതലായിരുന്നു ഡിപ്രഷനിലേക്ക് പോകുക എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു സാധാരണ ഒരു സിറ്റുവേഷനായി മാറിക്കഴിഞ്ഞു. ഒന്നുകിൽ രണ്ടാമത്തെ ആൾ ഡിപ്രഷനാണ്. ഒരു ചെറുപ്പക്കാരനാണ് സാർ ഞാൻ ഡിപ്രഷനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്, അത് വളരെ കോൺഫിഡന്റാ പറയുന്നത്. ഒരു 22 വയസ്സിലൊക്കെ ഡിപ്രഷന് വേണ്ടി ഗുളിക കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആ കക്ഷി ഒരു ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ എടുക്കാനുണ്ടാവും ആ കക്ഷി. എന്താ മനസ്സിലാക്കാത്തത് ആൾക്കാർ? ഐ സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോ ഒമേഗ 3 കൃത്യമായിട്ട് കുറെ കാലം നിർത്താതെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഡിപ്രഷനും വന്ന ഡിപ്രഷൻ പോലും ഇല്ലാതെയാവുന്ന റിസർച്ചുകൾ പറഞ്ഞിട്ടുണ്ട്. So some recent researchers have proved that omega 3 helps in reducing depression. അപ്പോൾ ഒരു ദിവസം ഒരു 6 കഴിക്കുന്നതന്നെ നമുക്ക് ഡിപ്രഷൻ മാറുമെങ്കിൽ പിന്നെ പഠിക്കാനുണ്ട്. ഇതൊക്കെ ശരിയാ സാറേ, പക്ഷെ ഈ പറയുന്ന പോലത്തെ നല്ല omega 3 എവിടുന്നാ കിട്ടുകയാവും? നമുക്ക് നോക്കാം എവിടെയാ കിട്ടുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ omega 3 നമ്മുടെ ശരീരത്തിൽ ഉത്പാദനമില്ല, വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ മത്സ്യം കഴിക്കുന്നത് ചെറു മത്സ്യങ്ങൾ ഉണ്ടാവില്ല, കടലിലെ മറൈൻ ഫിഷ്, ചെറിയ ചെറിയ മത്സ്യം, വലിയ കഷ്ണം മത്സ്യമൊന്നുമല്ല, ചെറിയ മത്സ്യം, അത് കഴിക്കുന്നവർക്ക് കുറച്ചെങ്കിലും കിട്ടും. എന്തുകൊണ്ടാണ് കുറച്ച് കിട്ടുന്നത്? omega 3 എന്ന് പറയുന്നത് ഈ മത്സ്യം ഉൽപ്പാദിക്കുന്നല്ലോ. കടലിന്റെ അടിത്തട്ടിൽ കിട്ടുന്ന ഒരു പായലുണ്ടല്ലോ, ആൽഗൈ, മറൈൻ ആൽഗൈ, അതാണ് ഇത് കഴിക്കുക ഈ ഫിഷ് പോയിട്ട്. അപ്പൊ ഈ ആൽഗയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാത്തിനും പോലും മനസ്സിലല്ലേ? അപ്പോ കുറെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ സ്രോതസ് അത് പിന്നെ കൂടുതലും DHA ആയിട്ട് മാറും. omega 3 എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണല്ലോ. അപ്പൊ ഒമേഗ എത്ര തരമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, omega 6, omega 3, omega 6 ആൻഡ് omega 9. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? omega 3 ആണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഉത്പാദനമില്ല, വെളിയിൽ നിന്ന് കിട്ടുന്നുമില്ല, അതുകൊണ്ട് അത് എല്ലാം കുറഞ്ഞു പോകും. അതുകൊണ്ട് അതാണ് ഇമ്പോർട്ടൻസ്, റൈറ്റ്? പിന്നെ ഈ omega 3 എന്ന് പറഞ്ഞാൽ വീണ്ടും 2ആണ്, DHA ആൻഡ് EPA. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് DHA ആണ്, കാരണം ശരീരത്തിൽ DHA ഇല്ല, അതുകൊണ്ട് കണ്ണുമില്ല, ബുദ്ധിയുമില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ പായലിൽ നിന്ന് കൂടുതൽ കിട്ടുന്ന DHA-യും, അതേപോലെ ഈ ഒമേഗ എന്ന് പറയുന്നത് കൂടുതൽ കിട്ടുന്നത് ഫ്ലാക്സീഡിൽ നിന്നുമാണ്. അപ്പൊ ഒരു വ്യക്തി ഒരു ദിവസം വെജോമേഗ കഴിക്കുകയും DHA കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള യാതൊരു തകരാറും കാണാനുണ്ടാവില്ല. ചിന്തയിലോ പ്രവൃത്തിയിലോ ആരോഗ്യത്തിലോ ശരീരത്തിലോ നടത്തത്തിലോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഫിഷൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ആരും ഫിഷും കഴിക്കത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ കിട്ടുന്ന ഫിഷൊക്കെ ഏത് കാലത്ത് അതാന്ന് ആർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് കഴിച്ചതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടാവുകയേ ചെയ്യത്തുള്ളൂ. അപ്പോ നമുക്കെന്ത് വേണം? ഈ ഫിഷ് കഴിക്കുന്നവരെ നോൺ വെജിറ്റേറിയൻ മാത്രമേ പറ്റത്തുള്ളൂ. വെജിറ്റേറിയൻസിന്റെ ബുദ്ധിമുട്ടൊന്നും ഈ പറഞ്ഞ സാധനം വേണ്ടേ? വേണല്ലോ, എല്ലാവർക്കും വേണ്ടേ, ജീവനോടുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടേ. അപ്പോ ഈ വെജിറ്റേറിയൻസിന് എവിടെ നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റുക? കാരണം അവർ ഫിഷ് കഴിക്കാത്ത ആൾക്കാരാണ്. സോ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന omega 3 നമുക്ക് എവിടുന്ന് കിട്ടും? അതുകൊണ്ട് നമ്മൾ സപ്ലിമെന്റ് ചെയ്തേ മതിയാകും. വി നീഡ് ടു ടേക്ക് ഇറ്റ് ഫ്രം എൻ എക്സ്റ്റേണൽ സോഴ്സ്. സപ്ലിമെന്റിന്റെ രൂപത്തിൽ omega 3 എല്ലാ ദിവസവും കഴിക്കുക. നമ്മളല്ലേ ഭാഗ്യന്മാർ. അപ്പൊ ചോദ്യം വരുന്നത്, സാർ അങ്ങനത്തെ ഒരു omega 3 എവിടെയാ ഉള്ളത്? അതായത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന, ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ വളരെയധികം ഗംഭീര റിസൾട്ട് തരുന്ന omega 3 എവിടെയെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭാഗ്യന്മാരാണ്. എവിടെയാണത് കിട്ടുന്നത്? ഫ്രം വേർ വിൽ വൺ ഗെറ്റ് വെജിറ്റേറിയൻ omega 3? അവിടെയാണല്ലോ ഈ RCM ന്യൂട്രിചാർജിന്റെ ഏറ്റവും വലിയ മഹത്വം. ന്യൂട്രിചാർജിനോട് ചേർന്ന് ഏത് വ്യക്തിയോടും പറയാം, ന്യൂട്രിചാർജ് വെജ് omega is the answer. ഫിനിഷ്. ഇത്രയും നേരം പറഞ്ഞതൊന്നും പറയണ്ട, ന്യൂട്രിചാർജ് വെജ് omega എല്ലാമായി. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് വെജിറ്റേറിയൻ omega 3. വെജിറ്റേറിയൻ omega 3യുടെ ഏറ്റവും വലിയ നല്ല സ്രോതസ്സാണ് ഈ ന്യൂട്രിചാർജ് വെജ് omega. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചുമ്മാതെങ്ങ് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. അന്നേരം വേണേൽ ആൾക്കാർ സാറിൻ്റെതായ കൊണ്ട് സാർ പറഞ്ഞാൽ, പക്ഷെ ഞാനിത് പറഞ്ഞാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. വൈ omega 3, ദാറ്റ് ഈസ് ന്യൂട്രിചാർജ് വെജ് omega, ഈസ് ദി ബെസ്റ്റ് സോഴ്സ് ഓഫ് വെജിറ്റേറിയൻ omega 3. അത് ഞാൻ പറഞ്ഞാൽ I'll tell you that. കാരണം എന്ത് നമ്മൾ പറയുന്നു അതിന്റെ ഒരു കാരണം ഉണ്ടാവണം. അതിന്റെ ആ കാരണത്തിന് ഏതെങ്കിലും ഒരാൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ നമുക്ക് കാണണം. അപ്പൊ എന്താണെന്ന് നോക്കാം നമുക്ക്. ഒന്ന്, ദിസ് ഈസ് എ സപ്ലിമെന്റ് മെയ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മോഡേൺ ആൻഡ് പാറ്റന്റഡ് ടെക്നോളജി. ഒരു മോഡേൺ ടെക്നോളജിയും പാറ്റന്റഡ് ടെക്നോളജിയാണ്. അപ്പോൾ ഏറ്റവും വലിയ സെയിൽസിനുള്ള അല്ലെങ്കിൽ ഒരാൾക്ക് പ്രൊമോഷൻ ചെയ്യാൻ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലേ പാറ്റന്റഡ് ടെക്നോളജി എന്നുള്ളത്? പാറ്റന്റഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? ഈ ഒരു ഫോർമുല വെച്ചിട്ട് ഇവിടെ ഇനി ആർക്കും ഒരു കാരണവശാലും ഒമേഗ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആ പുതിയ ടെക്നോളജി എന്തെന്നാണ് അത് ഞാൻ പിന്നീട് പറയാം.
ഒന്ന് പാറ്റന്റ് ടെക്നോളജി, മോഡേൺ ടെക്നോളജി. ഈ പാറ്റന്റ് ടെക്നോളജി എന്താണ്, ഈ മോഡേൺ ടെക്നോളജി എന്താണ്, അതെന്തുവാ അത് ഞാൻ പറയാം. അത് കുറച്ച് സസ്പെൻസ് ആകട്ടെ. അപ്പൊ omega-3 ടോട്ടൽ വെജിറ്റേറിയൻ ആണ് ആദ്യത്തേത്. ഓക്കെ, ഇതാണ് ടോട്ടൽ വെജിറ്റേറിയൻ ആണ്. പിന്നെ FSSAI അപ്രൂവ്ഡ് ആണ്, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തതാണ്, ലൈസൻസ് ആണ്. അപ്പൊ ആർക്കും കഴിക്കാൻ യാതൊരു പാർശ്വഫലങ്ങളില്ലാതെയും അബ്സല്യൂട്ട്ലി സേഫ്. പിന്നെ ഇത് ടോട്ടൽ വെജിറ്റേറിയൻ എങ്ങനെയായത്? കാരണം ഇതിന്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ മുഴുവൻ ഫ്ലാക്സ് സീഡിന്റെ ഓയിലാണ്. അതുപോലെ വെളിയിലത്തെ ആ ഒരു ഷെല്ല്, ക്യാപ്സൂളിന്റെ ഷെല്ല്, അത് കടലിൽ അടിത്തട്ടിൽ തന്നെ കിട്ടുന്ന കരാഗിനാൻ എന്ന് പറയുന്ന ഒരു തരം ചെടിയിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് വെളിയിൽ നിന്നും അകത്തു നിന്നും ടോട്ടാലിറ്റിയിൽ ഇത് ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റായി മാറി എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിൽ കിട്ടുന്ന പലതും ജലാറ്റിൻ കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഉള്ളിൽ ഒരുപക്ഷെ omega-3 വെജിറ്റേറിയൻ ആണെങ്കിലും വെളിയിലത്തെ ഷെല്ല് നോൺ വെജ് ആയതുകൊണ്ട് ആ ക്യാപ്സ്യൂൾ നോൺ വെജിന്റെ എഫക്റ്റ് തരത്തുള്ളൂ. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കരായിൻ ആയതുകൊണ്ട് അത് അകത്തുനിന്നും വെളിയിൽ നിന്നും എല്ലാം വെജിറ്റേറിയൻ തന്നെയാണ്. ഇനി മുന്നോട്ട് പോകുന്നതിന്റെ മുൻപേ നമുക്ക് omega-3 പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം, മനസ്സിലാക്കാം. ചില ഫാക്റ്റുകൾ നമുക്കറിയാം. അതാണ് omega-3 ഒരിക്കലും എൻവയൺമെന്റുമായിട്ട് അധികം സമ്പർക്കത്തിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ കേടായ സാധനം കഴിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഈ തവണ കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റൂലത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനൊക്കെ ഒരു ക്യാപ്സൂളിന്റെ അകത്ത് അങ്ങാക്കി. അപ്പൊ ക്യാപ്സൂളിലാക്കി കഴിഞ്ഞാൽ ആ ക്യാപ്സൂളിന്റെ അകത്തുള്ള omega-3 എണ്ണ എൻവയൺമെന്റോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആയിട്ടോ ഒന്നും ഒരു സമ്പർക്കമേ ഇല്ല എന്ന്. അതുകൊണ്ട് അത് വളരെ സേഫ് ആയിരിക്കും. ഒരു മിനിമം ഡോസ് 250 മില്ലിഗ്രാം ആണ് ആ ക്യാപ്സൂളിന്റെ അകത്തിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ എങ്ങനെയാ ഉള്ളത്? ടോട്ടൽ ഒമേഗ എന്ന് പറയുന്നത് 420 മില്ലിഗ്രാമും അതിൽ omega-3 250 മില്ലിഗ്രാമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സ്ത്രീക്ക് 1000 മില്ലിഗ്രാമും ഒരു പുരുഷന് 1500 മില്ലിഗ്രാം വേണം. അപ്പൊ മിനിമം ഒരു സ്ത്രീ 4 കഴിക്കണം, പുരുഷൻ ഒരു 6 കഴിക്കണം. അഥവാ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടെങ്കിൽ രണ്ടുപേരും 4ഉം 5ഉം വെച്ച് കഴിച്ചാൽ മതി. 5 കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ പ്രമേഹോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 4 വെച്ചിട്ട് 1, 2 ഒന്നുള്ള അനുപാതം, അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം 2, വൈകിട്ട് 2 കഴിക്കാം. ഇറ്റ് വിൽ ഗിവ് യു എ വണ്ടർഫുൾ റിസൾട്ട്. പിന്നെ omega-3 ഒരിക്കലും ചൂടാനും പാടില്ല. omega-3 ഓയിൽ ചൂടാൻ പാടില്ല. കാരണം ചൂടായി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ രാവിലെ തൊട്ട് എന്തൊക്കെയാണോ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുക. നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുക. സോ ഓയിൽ എൻറിച്ച്ഡ് വിത്ത് omega-3 ഷുഡ് നോട്ട് ബി ഹീറ്റഡ്. അങ്ങനെയാവുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഓപ്പോസിറ്റ് ആവുമല്ലോ. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ ശരീരത്തിനെ ദോഷം ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ് ഉത്പാദിക്കപ്പെടും. ഫ്രീ റാഡിക്കൽസ് ഉത്പാദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പോയി കോശങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. കോശങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്തിരി നേരം പറഞ്ഞ ഒരു കാര്യമില്ല, എല്ലാം പോയി ഫിനിഷ്ഡ്. കാരണം ബേസിക് യൂണിറ്റ് തന്നെ നഷ്ടപ്പെട്ടു പോയി. സോ അങ്ങനെ omega-3 ഡെയിലി കഴിക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. ഓക്കെ, റൈറ്റ്. അതുകൊണ്ട് ആ ഒരു ടെക്നോളജി ഏതാണെന്ന് അറിയാവോ? പാറ്റന്റഡ് ടെക്നോളജി അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി, അതാണ് കോൾഡ് പ്രസ്ഡ് ടെക്നോളജി. ഈ കോൾഡ് പ്രസ് ടെക്നോളജിയിൽ ചണവിത്തിൽ നിന്ന്, അതായത് ഫ്ലാക്സീഡിൽ നിന്ന് നമ്മൾ ആ ഒമേഗയുടെ എണ്ണ എടുക്കുമ്പോൾ അത് ഒരു സ്ഥലത്തും ചൂടാക്കിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ഫ്രഷ് ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള, യാതൊരു പാർശ്വഫലവും നൽകാൻ തരം ഇല്ലാത്ത ആയിട്ടുള്ള omega-3 ആണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഒമേഗയുടെ സ്രോതസ്സാണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? റൈറ്റ്, ദാറ്റ് ഈസ് വാട്ട് യു നീഡ് ടു ഡു. ഇപ്പൊ ഈ കോൾഡ് പ്രസ് ടെക്നോളജി നമ്മളായിരുന്നു കൊണ്ടുവന്നത് കേട്ടോ. ഇപ്പൊ ഏതെല്ലോ കമ്പനികള്, നമ്മൾ എന്താണ് പറയാ, ഇതില്ലേ വെളിച്ചെണ്ണ പോലും കോൾഡ് പ്രസ് ടെക്നോളജിയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ അപ്പൊ എന്താ വെച്ചാൽ എണ്ണ കരിയില്ല, അപ്പം ലേശം കൂടി ക്വാളിറ്റി ഉള്ള എണ്ണ കിട്ടും. അപ്പൊ കോൾഡ് പ്രസ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഈ കോൾഡ് പ്രസ് ടെക്നോളജി കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ എന്തും ഉണ്ടാക്കാം, പക്ഷേ omega-3 ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പാറ്റന്റ് ചെയ്തു. അപ്പൊ ഇന്ത്യയില് ഇങ്ങനത്തെ ഒരു omega-3 ഇനി ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ന്യൂട്രിചാർജിന്റെ മാത്രമാണ്. ഓഹ്, എന്നാ പറയാനാ ഭഗവാനെ. എന്നിട്ടും നമുക്ക് അതിന്റെ വില മനസ്സിലായിട്ടില്ല. കഴിക്കരുത് കേട്ടോ, ഒന്നേ കഴിക്കാൻ പാടുള്ളൂ, അധികം കഴിക്കരുത്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി കഴിഞ്ഞാലേ കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. നമ്മളത് അധികം കഴിക്കരുത്. ഒരു കാര്യം പറയാം, ഒന്ന് കഴിക്കുന്നതിനെ നിർത്തിക്കളഞ്ഞിരിക്കും നല്ലത്.
കാരണം അതിന് കുറ്റം കിട്ടില്ലല്ലോ. ഇല്ലേ പറ സാർ ഞാൻ 6 മാസമായി കഴിക്കുന്നു, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അതിനേക്കാൾ നല്ലത് കഴിക്കാതിരിക്കുക. കഴിക്കുന്നുണ്ട് കൃത്യമായിട്ട് കഴിക്കണം, ശരിയ അളവിൽ കഴിക്കണം. ഓക്കെ. അപ്പോൾ ഈ omega-3 ക്യാപ്സൂൾ, അതായത് ന്യൂട്രിചാർജ് വെജോമയായിട്ട് അത് രൂപാന്തരം ചെയ്ത് വരുമ്പോൾ അത് ഒരു സ്ഥലത്ത് പോലും ചൂടാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ചൂട് വെള്ളത്തിൽ കുടിക്കരുത്, ചൂട് ചായയുടെ കൂടെ കുടിക്കരുത്, ചൂട് പാലിന്റെ കൂടെ കുടിക്കരുത്, അങ്ങനെ ചൂടുള്ള സാമഗ്രികളുടെ കൂടെ ഒന്നും ഇത് കഴിക്കരുത്. അത് മാത്രമല്ല, ഇത് മേടിച്ചിട്ട് വീട്ടിൽ വെക്കുമ്പോഴോ അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോഴും ഇത് ഡയറക്റ്റ് സൺലൈറ്റോ അല്ലെങ്കിൽ ചൂടോ ഇതിന് കൊള്ളാൻ പാടില്ല. പല ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, സ്കൂട്ടറിന്റെ ഡിക്കി തുറക്കും, സീറ്റിന് ചൂട്ടാൻ കിട്ടും, എഞ്ചിൻ ചൂടായിട്ട് കംപ്ലീറ്റ് ചൂടായിട്ട് വീട്ടിൽ കൊണ്ടുവെക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആ കാര്യം കേട്ടോ. ചൂടിന്റെ അടുത്തേ കൊണ്ടുവരാൻ പാടില്ല. എന്നാൽ ഇത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഈസ് ആബ്സല്യൂട്ട്ലി ബെനിഫിഷ്യൽ. എത്ര കഴിക്കണം? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ. ഓക്കെ. 1 മുതൽ 6 വരെ കഴിക്കാം. അത് അവർ പറഞ്ഞു കഴിഞ്ഞു. ഹു ഷുഡ് ടേക്ക്? ആരൊക്കെ കഴിക്കണം? ജീവനോടുള്ള എല്ലാവരും കഴിക്കണം. വെരി സിമ്പിൾ ആൻസർ. സർ, ഈ ഒരു അസുഖം കൊണ്ട് ഇയാൾക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കണം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഏതൊരു അസുഖവും ഉണ്ട്, നിങ്ങളുടെ ശരീരത്തിന്റെ കണ്ടീഷൻ എന്താണ്, രോഗമുണ്ടോ ഇല്ലയോ, മാരക രോഗിയാണോ അല്ലെ മാരക രോഗമല്ലേ, വാട്ട് എവർ ഈസ്, ദിസ് ഈസ് റിക്വയർഡ്. അതാണ് ഇത് അത്ഭുതകരമായിട്ടുള്ള എലിമെന്റ് എന്ന് പറഞ്ഞത്. അതുപോലെ ഏത് പ്രായത്തിലായി കഴിഞ്ഞാലും ദിസ് ഈസ് റിക്വയർഡ്. ഓക്കെ. സോ ഹു ഷുഡ് ടേക്ക്? എവരിബഡി ഷുഡ് ടേക്ക്. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഇവിടെ 14 കാണിച്ചിട്ടുണ്ടെങ്കിൽ 10 വയസ്സ് മുതൽ എല്ലാവരും കഴിക്കണം. എവരിബഡി ഷുഡ് ടേക്ക് വിത്തൗട്ട് എനി മിസ്സിംഗ് ഓഫ് ദ ഡോസ്. ടിൽ വെൻ ടു ടേക്ക്? അതിന് പ്രസക്തി ഒന്നുമില്ലല്ലോ. കാരണം എത്ര കാലം നിങ്ങൾ ആരോഗ്യത്തോടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും കാലം. എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയി. കാരണം ഞാനിത് മരുന്നല്ലല്ലോ കൊടുക്കുന്നത്, ഞാനിത് ഭക്ഷണമല്ലേ കൊടുക്കുന്നത്. ഇറ്റ്സ് എ ഫുഡ്, നോ ഫുഡ് സപ്ലിമെന്റ്. അപ്പൊ ആൾക്കാരോട് സാർ ഈ നമ്മൾ ഈ പ്രൊഡക്റ്റ് എത്ര കാലം കഴിക്കണം? അപ്പൊ നിങ്ങൾ എത്ര കാലം ഭക്ഷണം കഴിക്കും അത്രയും കാലം കഴിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നങ്ങ് ബ്ലോക്ക്, ഒരു ഗ്യാപ്പ് എല്ലാം കൊടുക്കാം. പക്ഷെ ആ ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്ത് പഴയ സ്വഭാവത്തിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകണം. Okay, and you need to take it for a very long time. We should not be, when should it be taken? ഭക്ഷണത്തിന് ശേഷം, ആഫ്റ്റർ ഫുഡ് ആണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുക. ഈ ആഫ്റ്റർ ഫുഡ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഫുഡിന്റെ കൂടെ കഴിച്ചേക്കരുത് കേട്ടോ. കാരണം ഫുഡിന്റെ കൂടെ കഴിയുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കും. ഫുഡ് കഴിച്ച ഉടനെ വെള്ളം കുടിക്കാനേ പാടില്ല. അപ്പൊ നിങ്ങൾ ഈ ഫുഡ് കഴിച്ച ഉടനെ ഇതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗുളികയും പ്രവർത്തിക്കുന്നില്ല, കഴിച്ച ഭക്ഷണം പ്രവർത്തിക്കുന്നില്ല, പിന്നെ എന്തോ കാര്യമുള്ളൂ. അതുകൊണ്ട് 15 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കുക. കാരണം കഴിച്ച ഭക്ഷണം അവിടെ ഡൈജഷൻ തുടങ്ങിക്കോട്ടെ, അതിന് ശേഷം പിന്നെ ഇത് കൊടുത്താൽ മതി. ഇതിൽ ഡൈജഷൻ ഉണ്ടാവില്ല, ഭക്ഷണത്തിന് ഇതിന് ഡൈജഷൻ ഉണ്ടാവില്ല. ഓക്കെ. ഓക്കെ, ദർ ഇസ് നോ കമ്പാരിസൺ ഫോർ ഇറ്റ്, സോ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദാറ്റ്. വെരി സിമ്പിൾ. ഇതാണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. ഓക്കെ. ഇത് പറഞ്ഞതെല്ലാം ശരിക്ക് കേൾക്കുക, മനസ്സിലാക്കുക, എഴുതി വെച്ചതൊക്കെ പഠിക്കുക, എന്നിട്ട് പോയിട്ട് ഓരോ വ്യക്തികളോടും പറയുക. നിങ്ങൾ ആദ്യം കഴിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുക. So first you use, then you promote. Otherwise, don't do anything. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിയായ അളവിൽ കഴിക്കുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. പിന്നെ omega-3 മാത്രം കഴിച്ചാൽ മതിയോ? ന്യൂട്രിചാർജ് വെജ് മാത്രം കഴിച്ചാൽ മതി? പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? PVMFO, പ്രോട്ടീൻ ആൻഡ് ഫൈബർ, അതാണ് ന്യൂട്രിചാർജ് പ്രോഡക്റ്റ്, 2 നേരം കഴിക്കുക. VNM, വൈറ്റമിൻ ആൻഡ് മിനറൽ, അതാണ് ന്യൂട്രിചാർജ് മാൻ അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വുമൻ. അതുപോലെ omega-3, അത് മിനിമം 3 കഴിക്കുക. അപ്പോൾ 2 നേരം പ്രോട്ടീൻ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ്, 1 നേരം ന്യൂട്രിചാർജ് വുമൺ ഓർ മാൻ, ആൻഡ് 3 നേരം ന്യൂട്രിചാർജ് വെജ് ഒമേഗ. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അടിത്തറ അതിഗംഭീരവും സ്ട്രോങ്ങും ആയി വിചാരിക്കുക. പിന്നെ എത്ര വേണമെങ്കിലും ബിൽഡിംഗ് മുകളിൽ പൊക്കി കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ആദ്യത്തെ ബിൽഡിംഗിൽ തന്നെ വീണു. So this is all about ന്യൂട്രിചാർജ് വെജ് ഒമേഗ. I hope that you would have understood much more than what you know. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഇന്ന് ഉറങ്ങുന്നതിന്റെ മുന്നേ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇല്ല നാളെ വായിക്കുന്ന നേരത്തെ എല്ലാം കടലില് കായം കളിക്കുമല്ലേക്കും. അതുകൊണ്ട് ഇന്നത് കേട്ടതോടെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി വായിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇംപ്രിന്റ് ആയി നിൽക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂളായിട്ട് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.